ചോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും അതിനും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീക വിടുതലായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അത് ശ്രദ്ധയോടും ക്ഷമയോടും ഒക്കെ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം അനുഗ്രഹമായി തന്നെ ഇരിക്കും. ഓക്കെ, ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിട്ട്. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സിസ്റ്ററിൻ്റെ അനുഭവം അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരട്ടെ. ഓക്കെ, ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ സഹോദരിക്കായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തണമേ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവ് ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളൊക്കെ പ്രസ്താവിപ്പാനുള്ള വലിയ കൃപ കർത്താവ് കൊടുക്കണം. വായോടും നാവോടും കൂടെ ഇരിക്കണം. കേൾവിക്കാർക്ക് വലിയ വിടുതലായി മാറട്ടെ കർത്താവേ. അങ്ങയുടെ മഹാനാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇനിയുള്ള സമയം സിസ്റ്ററിന് നൽകി തരികയാണ്. ഓക്കെ, സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവം സിസ്റ്ററിന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പേര് സുനിത ചന്ദ്രൻ. ഞാൻ കൊല്ലം ജില്ലയിലെ ഇരൂപുരം എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എന്റെ വലിയവനായ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ജോയ്സ് ടി വിയുടെ പ്രവർത്തകർക്കും എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ സബീനയ്ക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ദൈവനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ശരിക്കും ഒരു യാഥാസ്ഥിതിക ഹൈന്ദവ കുടുംബം എന്ന് തന്നെ പറയാം. കാരണം പ്രാർത്ഥനയും പൂജ മുറിയും വിളക്ക് കത്തിപ്പ് അങ്ങനെ എല്ലാം ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ കുഞ്ഞുനാടുകളിലൊക്കെ ഞാൻ ചവറയെന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ചവറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമായിരുന്നു. അധികം വാഹനമൊന്നുമില്ല. നമ്മൾ വള്ളത്തിലൊക്കെ കയറി പാലം കയറിയൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു ഗ്രാമത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. എന്റെ കുഞ്ഞു നാളുകളൊക്കെ എന്റെ ഓർമ്മയിലുള്ളത്. അവിടെ കായലും പിന്നെ കുഴൽ കിണർ, കുളം, കുളത്തിന്റെ ചുവട്ടിലൊക്കെ ഒത്തിരി ആൾക്കാർ, അങ്ങനെയുള്ളൊരു തികച്ചും ഒരു ഗ്രാമപ്രദേശം, അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിക്കുന്നതിന് ഏതാണ്ട് ഈ ഭൂമിയിലോട്ട് വരുന്നതിന് 2 മാസം മുമ്പ് എൻ്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ ഒരു ചവറ ജംഗ്ഷനിൽ വെച്ച് ഒരു ശരീരം തളർന്നു വീണു. ഇപ്പോഴേ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അറിയത്തില്ല. എല്ലാവരും അറിഞ്ഞത് പെട്ടെന്ന് മരിച്ചു പോയെന്ന് അറിയുന്നത്. ശരീരം കുഴഞ്ഞ് വീണ് പെട്ടെന്ന് തന്നെ അവിടെ ടാക്സി സ്റ്റാൻഡ് ആയിരുന്നു, അവരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം വീട്ടിലെല്ലാവരും അറിഞ്ഞത് പെട്ടെന്ന്. എൻ്റെ അച്ഛന്റെ പേര് സത്യദേവ പണിക്കർ എന്നാണ്. അന്നേരം പണിക്കര് സാറെന്ന് എല്ലാവരും പറയുന്നത്. പത്രപ്രവർത്തകനായിരുന്നു അച്ഛൻ. അങ്ങനെ മരിച്ചുപോയി അവിടുത്തെ പണിക്കർ സാർ മരിച്ചുപോയി എന്ന് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അവിടൊക്കെ പോലെ അടുത്തുള്ള സ്ത്രീകളൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ ചേച്ചിക്ക് അന്നേരം ഒരു 4 വയസ്സുണ്ട്. എന്നെ അമ്മ ഗർഭിണിയായിട്ടിരിക്കുന്നു. അന്നേരം എല്ലാരും അങ്ങനെ അടുത്ത് കുളത്തിന്റെ അടുത്തൊക്കെ വെള്ളം കോരാൻ വരുന്ന പെണ്ണുങ്ങളും സ്ത്രീകളും അവരെല്ലാരും ചേച്ചിയൊക്കെ പറഞ്ഞേക്കാം. ചേച്ചിയൊക്കെ വളരെ സഹതാപത്തോടെ നോക്കും അമ്മയൊക്കെ. അമ്മയൊക്കെ ആകെ അങ്ങ് തളർന്ന് കിടന്ന്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോ തന്നെ ഒരു കുഞ്ഞ്, അതെല്ലാം അമ്മയുടെ വിഷമങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ ഞാൻ അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് പിടിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ പക്ഷെ ഞാൻ ജനിച്ചപ്പം തന്നെ അതുകൊണ്ട് പിന്നീട് അച്ഛന് അസുഖം മാറി, അച്ഛൻ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ച് കുറച്ച് നാളിനകം ഞാനൊരു അസുഖക്കാരിയായിട്ടാണ് ഞാൻ ജനിച്ചത്. കാരണം എന്നും എനിക്ക് ശ്വാസം മുട്ടല്, മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. എനിക്ക് ഓർമ്മയായ കാലം തൊട്ടേ മിക്കവാറും എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കയറാത്ത സമയങ്ങളില്ല. ഹോസ്പിറ്റലിൽ ചെല്ലുക, ശ്വാസം മുട്ടല്, അങ്ങനെ ഓക്സിജൻ ട്യൂബ്, അന്നൊക്കെ ഇപ്പോഴത്തെ സജ്ജീകരണങ്ങളൊന്നും ഇല്ല. അവിടെ കൊണ്ടുചെല്ലുമ്പം അവർ ഓക്സിജൻ ട്യൂബ് ഇട്ട് ഇത് തരിക, അങ്ങനെയൊക്കെയുള്ള
ഇതായിരുന്നു, എപ്പോഴും ഹോസ്പിറ്റലിലാണ്. അന്നേരം എല്ലാവർക്കും എന്നോട് ഒരു വിഷമമുണ്ട്. കാരണം ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും, കാരണം അച്ഛനും മരുന്ന്, എനിക്ക് മരുന്ന്, അങ്ങനെ സാമ്പത്തികമായിട്ട് ഞങ്ങള്, അച്ഛന് ജോലിക്ക് പോകാൻ പറ്റാതായി. അച്ഛന് വേണ്ടി അച്ഛന്റെ സഹോദരനാ ജോലി ചെയ്ത് പൈസയൊക്കെ കൊണ്ട് കൊടുക്കാറുള്ളത്, അച്ഛന്റെ ആ ജോലി ചെയ്ത്. അന്നേരം അങ്ങനെ വളരെയധികം വിഷമത്തിലൂടെ ഒക്കെ കടന്നുപോയി. അത് കഴിഞ്ഞ് ആ കുഞ്ഞുനാളുകളിലൊന്നും ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും അങ്ങനെ അധികം സംസാരിക്കാറില്ല. വീട്ടിൽ മാത്രം സംസാരിക്കും, പുറത്ത് ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല. എന്നെ ഒരു 5 വയസ്സായപ്പം എന്നെ സ്കൂളിൽ കൊണ്ടാക്കി. അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്കൂളിലാ, ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടാക്കി. പക്ഷെ ഞാൻ ആരോടും ഒന്നും സംസാരിക്കത്തില്ല. 5 വയസ്സൊക്കെ ആയതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിൽ സംസാരിക്കും, പക്ഷെ പുറത്ത് സംസാരിക്കാറില്ല. അങ്ങനെ അങ്ങനെ ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടേഴ്സിന്റെ ഒരു സംഘം അവിടെ വന്നപ്പം ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ്, ഈ കുട്ടി പ്രസന്റ് വിളിച്ചാൽ, പേര് വിളിച്ചാൽ പോലും പ്രസന്റ് പറയാറില്ല, സംസാരിക്കാറുമില്ല, ഇവിടെ വന്ന് ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും, അങ്ങനെയുള്ളത്. അങ്ങനെ എന്റെ അച്ഛനെ വിളിപ്പിച്ചിട്ട് ഡോക്ടേഴ്സ് അച്ഛനോട് പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുന്നില്ലല്ലോ, ഒട്ടും സംസാരിക്കാത്തതുകൊണ്ട് ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരണം, വിശദമായിട്ടൊരു ചെക്കപ്പ് ഒക്കെ ചെയ്യണം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വീട്ടിലെല്ലാം നല്ലപോലെ സംസാരിക്കുന്നുണ്ട്, അതൊരു നാണക്കേട് കൊണ്ടായിരിക്കും പുറത്ത് സംസാരിക്കാത്തത്. അങ്ങനെ പക്ഷെ വീട്ടിൽ എല്ലാരും വരും. അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു വിഷമമായിരുന്നു. ഞാൻ ആരോടും അങ്ങനെ മിണ്ടാറില്ല. വീട്ടിൽ അമ്മയോടും ചേച്ചിയോടും അച്ഛനോടും അല്ലാതെ എന്റെ ബന്ധുക്കളോട് പോലും സംസാരിക്കാറില്ല. അവരൊക്കെ പലരും വലുതായതിനു ശേഷം അങ്ങനെ ആയിരുന്നു. കുറെ ഞാൻ എന്റെ യേശുവിനെ അറിയുന്നത് വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അന്നേരം അങ്ങനെ ഒരു 3-ാം ക്ലാസ്സിലായപ്പം ഞങ്ങള് ചവറേന്ന് വീരപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട് വന്നു. ഇവിടെ എന്റെ അമ്മയുടെ സ്ഥലവാ. അന്നേരം ഇവിടെ അമ്മയുടെ അച്ഛൻ മരിച്ചു പോയപ്പം അമ്മാമ്മ തന്നെ ആയപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു ക്രിസ്ത്യൻ, അവിടെ ചവറയിലാണെങ്കിൽ ഞങ്ങള് പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളികളോ അങ്ങനെ ക്രിസ്ത്യൻസും ഒന്നുമില്ല. എല്ലാം ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാ താമസിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം. ഇതുകൂടാതെ അച്ഛനാണെങ്കിൽ പിന്നെ അവിടെ തൊട്ടടുത്ത് അച്ഛന്റെ ചിറ്റപ്പന്റെ ഒരു അമ്പലമുണ്ട്, വലിയൊരു ക്ഷേത്രമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ ക്ഷേത്രത്തിൽ പോയി. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ അച്ഛൻ ഇങ്ങനെ ഭാഗവതം വായിക്കും, എല്ലാ ദിവസവും വൈകിട്ട് അച്ഛൻ ഭാഗവതം വായിക്കും, രാവിലെയും വായിക്കും. ഞാൻ ഇങ്ങനെ ചെന്നിരുന്ന് കേൾക്കും. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ അന്നേരം ഇങ്ങനെ ഭാഗവതത്തിലെ കഥകളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരും. ഞങ്ങളൊരു റൂം തന്നെ അച്ഛൻ ഒരു പൂജാമുറി, ഒരു അമ്പലം കണക്കാക്കി വെച്ചേക്കും. അവിടെ മൊത്തവും എല്ലാം ദേവി ദേവന്മാരുടെ പടങ്ങളും എല്ലാം വെച്ച്. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു തരും, നമ്മളൊക്കെ ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കും, ദൈവങ്ങളൊക്കെ നമ്മളെ രക്ഷിക്കും, മനുഷ്യരൊന്നും നമ്മളെ നോക്കിയില്ലെങ്കിലും ദൈവം നമ്മളെ രക്ഷിക്കും, ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞ് അന്ന് കഥകൾ പറഞ്ഞു തന്നു. അന്നേരം ഞാനിങ്ങനെ അതിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ അതിന് കൂട്ടത്തിൽ കൃഷ്ണനെന്നും പറഞ്ഞ് ഞാൻ അതിനെ അങ്ങ് പിടിച്ചു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ അമ്പലത്തിൽ പോവുകയും എല്ലാ ദിവസവും വൈകിട്ട് അമ്പലത്തിൽ പോകും. വൈകിട്ട് സന്ധ്യയാകുമ്പം വിളക്ക് കത്തിച്ച് നാമം ചെല്ലുക. ചേച്ചിയൊക്കെ പൂജാമുറി വിട്ടിറങ്ങിയാലും ഞാൻ അവിടെ തന്നെ നിൽക്കും. ഞാൻ പറയും, അച്ഛൻ പറയും എൻ്റെ അടുത്ത്, തപസ് ചെയ്താൽ ദൈവം പ്രത്യക്ഷപ്പെടും, ദൈവത്തിനെ കാണാൻ പറ്റും. പണ്ടൊക്കെ മുനിമാരങ്ങനായിരുന്നു. ഞാനതെല്ലാം ഒരു പൊട്ടിയ പോലെ ഞാനതെല്ലാം വിശ്വസിച്ചു. പക്ഷെ ഭൂമിയില് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിലെ ദൈവം നോക്കുക. ഞാനങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കുഞ്ഞുനാള് തൊട്ടേ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് 3-ാം ക്ലാസ്സിൽ ഞാൻ ഇരവപുരത്ത് വന്നവിടെ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉള്ള സ്ഥലമാണ്, ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ളതാ. അവർ ക്രിസ്ത്യൻ സ്കൂളിലാണ് എന്നെ കൊണ്ടാക്കിയത്. ഞാൻ അന്നേരം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനങ്ങ് സംസാരിച്ചോളാം, പ്രസന്റ് ഒക്കെ പറഞ്ഞോളാം, ഞാൻ സ്കൂളിൽ ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെ പോയതാ. പക്ഷെ ഇവിടെ ഞാൻ ഒന്നും മിണ്ടിയില്ല സ്കൂളില്. ഞാൻ ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഞാനൊന്നും മിണ്ടാറില്ല. അങ്ങനെ അവിടെ ചെന്ന് സ്കൂളിൽ ചെന്നിരുന്നു. എല്ലാരും പൊതുവെ അന്നേരം ശ്രദ്ധിക്കാൻ തുടങ്ങി, ഞാനൊന്നും മിണ്ടാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ അച്ഛൻ പറഞ്ഞു, വീട്ടിലൊക്കെ സംസാരിക്കുന്ന കുട്ടിയാ, ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കന്യാസ്ത്രീകളൊക്കെ നടത്തുന്ന സ്കൂളാ. അവിടുത്തെ HM ഒരു സിസ്റ്റർ ആയിരുന്നു. ഞാൻ 4-ലായപ്പോ ആ സിസ്റ്റർ എന്നോട് പേര് വിളിക്കാനായിട്ട്, ക്ലാസ് ടീച്ചർ അവരായിരുന്നു. അന്നേരം അവരെന്നോട് പേര് വിളിക്കാനായിട്ട് വന്നപ്പോൾ മൊത്തത്തിൽ ക്ലാസ്സിൽ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ, ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾ പ്രസന്റ് പറയാതിരിക്കും, പേര് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പ്രസന്റ് എന്ന് പറയാതിരിക്കുവാണെങ്കിൽ മുകളിലുള്ള കമ്പിയിൽ കാലെ കെട്ടിത്തൂക്കി അങ്ങ് താഴോട്ട് ഇടുമെന്ന്. ഞാൻ അന്നേരം അതും അങ്ങ് വിശ്വസിച്ച്. ഞാൻ എന്റെ ടെൻഷൻ, എന്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി. എന്റെ പേരായി സുനിതയെന്ന് വിളിച്ച ഉടനെ ഞാൻ അന്നേരം ഒന്നും ഓർത്തില്ല, ചാടി എഴുന്നേറ്റ് ഞാൻ പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഇവിടുത്തെ കുട്ടികളെല്ലാം ചിരിച്ചു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അന്നേരം പുറത്ത് സംസാരിക്കുന്നത്, ഞാൻ അന്നേരം ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പള്ളിയിലൊക്കെ കൊണ്ടുപോകും. അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അന്നേരം അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് അന്നേരം ഈ പള്ളിയിലൊക്കെ കയറുകയും യേശുവിന്റെ അതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു, ഞങ്ങള് നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുള്ള ദൈവങ്ങളെല്ലാം ആഭരണങ്ങളെല്ലാം ഇട്ട് കയ്യില് ഗദ അതെല്ലാം പിടിച്ച് ഭയങ്കര കിരീടമൊക്കെ വെച്ചായിരിക്കുന്നത്. ഈ ദൈവം എന്താ, ഇത് ഈ ക്രിസ്ത്യൻസിന്റെ ദൈവമായിരിക്കും, ഈ ദൈവം എന്താ ഇങ്ങനെ ഒന്നും കുരിശിലും കിടക്കുന്ന, സ്വർണവും മാലയും ഒന്നുമില്ല,
എന്നിട്ട് ഞാൻ എന്റെ മനസ്സിലങ്ങ് വിചാരിച്ചു, ആരോടൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇത് പാവപ്പെട്ടവരുടെ ദൈവമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ ദൈവത്തിന് സ്വർണമോ കമ്മലോ മാലയോ കിരീടമോ ഒന്നും ഇല്ലാത്തത്. എന്നിട്ട് ഞാൻ വെച്ച് പട്ടുടുപ്പോ ഒന്നുമില്ല, പാവം അങ്ങനെ കിടക്കുന്നു എന്നൊക്കെ എനിക്കൊരു മനസ്സലിവ് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ പള്ളിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാ. സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ഉള്ളപ്പം പള്ളിയിൽ പാട്ടിടും, അവിടുത്തെ ക്രിസ്ത്യൻസിന്റെ പാട്ടിടും. അത് ഭയങ്കര ഇഷ്ടമാ. ഹിന്ദുക്കളുടെ പാട്ടും ഇഷ്ടമാ. അങ്ങനെ പാട്ട് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാ. റേഡിയോയിലൊക്കെ രാവിലെ ഇവിടെ അധികം അമ്പലത്തിലെ പാട്ട് കേൾക്കാറില്ല, പള്ളിയിലെ പാട്ടാ കൂടുതൽ കേൾക്കുന്നത്. പിന്നെ ഞാൻ റേഡിയോയിലൊക്കെ വെച്ച് കേൾക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ അമ്പലത്തിൽ പോകുന്നതും ആ ഒരു ഭാഗവതം വായിക്കുന്നതും. അച്ഛൻ അന്നേരം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, ഭാഗവതം വായിക്കാനും അവിശ്വാസത്തിൽ നിൽക്കാനും പൂജ ചെയ്യാനും. അച്ഛനാണ് ഈ ചൊവ്വ വെള്ളി ഞായർ ആ ദിവസങ്ങളിലെല്ലാം ഈ വിളക്കിന്റെ എല്ലാം മുമ്പില് ഓരോ സ്വർണ്ണ ചെമ്പിന്റെ തിളക്കമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ആ പാത്രങ്ങളിലൊക്കെ ഈ ദൈവങ്ങൾക്കൊക്കെ ആഹാരം വെച്ച് കൊടുക്കും. എന്ന് വെച്ചാൽ പാല്, ശർക്കര, വെണ്ണ, കൽക്കണ്ടം, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങൾ, അവില്, ഇതെല്ലാം വെച്ച് കൊടുക്കും. അന്നേരം ഞാൻ ചോദിക്കും, ഇതൊക്കെ ദൈവങ്ങൾ കഴിക്കുവോ അച്ഛാ? അന്നേരം അച്ഛൻ പറയും, ഇതിന്റെയൊക്കെ ആവി അച്ഛൻ ദൈവം അങ്ങ് എടുക്കും, ബാക്കിയുള്ളത് നമുക്ക് ചെന്ന് കഴിക്കാം. ഞാൻ അതും എല്ലാം വിശ്വസിച്ച് ഞാൻ കണ്ണടച്ച് ഇതെല്ലാം അങ്ങ് വിശ്വസിച്ചിരിക്കുക. അങ്ങനെ മറ്റേ യേശുവിനെയും ഞാൻ എനിക്ക് പാവപ്പെട്ട, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് യേശുവിന്റെ. അങ്ങനെ കുറെ വർഷങ്ങളൊക്കെ കടന്നുപോയി. ഞാൻ ഏകദേശം ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അന്നേരവും അതേ കണക്ക് കോളേജിൽ പോയപ്പോഴും ആരോട് സംസാരിക്കാറൊന്നുമില്ല. ഇവിടുന്ന് പോവുക, ഒറ്റയ്ക്ക് പോവുക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ. അങ്ങനെ ഇരുന്നപ്പം ഒരിക്കൽ അച്ഛൻ പുറത്തു പോയിട്ട്, അന്ന് ഈ മൊബൈലോ ടിവിയോ ഒന്നും അങ്ങനെ വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് എന്ത് കിട്ടിയാലും വായിക്കുമായിരുന്നു. പാട്ട് കേൾക്കുക, വായിക്കുക, അത് മാത്രമേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അന്നേരം എന്ത് പേപ്പറൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് സാധനം പൊഞ്ഞുകൊണ്ട് വരുന്ന പേപ്പർ കിട്ടി അതും വായിക്കും. അങ്ങനെ അച്ഛൻ ടിക്കറ്റിന്റെ കൂടെ ഒരു തുണ്ട് പേപ്പർ കിട്ടിയ മേശപ്പുറത്തോട്ട് എടുത്തിട്ട്, എന്നിട്ട് ഞാൻ ചെന്ന് നോക്കി അത് എന്തുവാ, അന്നേരം ഒരു ട്രാക്റ്റ് ആയിരുന്നു. അന്നേരം ഞാനിങ്ങനെ നിവർത്തി മടക്കി മടക്കി വെച്ച് നിവർത്തി വായിച്ചു. അന്നേരം അതിനകത്ത് എഴുതിയേക്കുവാ, അവിടെ എന്താ ഒരാൾക്കൂട്ടം, അത് ആ വഴി യേശു കടന്നു പോകുന്നതാ. യേശു എല്ലാ രോഗികളെയും സൗഖ്യമാക്കുന്നു, സകലവിധ ദീനക്കാരെയും യേശു സൗഖ്യമാക്കുന്നു, രക്തസ്രാവക്കാരിയെയും കുരുടന് കാഴ്ച കൊടുക്കുന്നു. അന്നേരം എനിക്കത് ഭയങ്കര അതിശയമായി. ഈ കുരിശിൽ കിടക്കുന്ന ആ യേശു ഇങ്ങനെയൊക്കെ ചെയ്യുമോ? യേശു രോഗികളെ സൗഖ്യമാക്കും. ശരിക്കും ഞാനൊരു രോഗിയാ. ഞാൻ എന്നും ശ്വാസം മുട്ടലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരാളാ. എന്റെ അച്ഛൻ രോഗിയാ. അന്നേരം അച്ഛൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന, അമ്പലത്തിൽ ഇങ്ങനെ ഭാഗവതം വായിക്കുന്നു, വീട്ടിൽ പ്രാർത്ഥിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ടും അച്ഛന്റെ അസുഖം മാറുന്നില്ല, എന്റെ അസുഖവും മാറുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുക. മരുന്നിന് തന്നെ അച്ഛന് കിട്ടുന്ന വരുമാനത്തിൽ ഒത്തിരി മരുന്നിന് തന്നെ ചെലവാവുക. അന്നേരം ഞാൻ വിചാരിച്ച്, ഈ യേശു രോഗികളെ സൗഖ്യമാക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ യേശുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, അങ്ങനെ വിചാരിച്ച്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരുന്ന, യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവര് നിങ്ങൾ ഈ അഡ്രസ്സിൽ ഒരു കാർഡ് അയക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു 15 പൈസ താ, എനിക്ക് കാർഡ് വാങ്ങിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാർഡ് വാങ്ങിച്ചു. അതിനകത്ത് എന്റെ അഡ്രസ്സ് എഴുതി അയച്ചപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു ബുക്ക് വന്നു. അന്നേരം അച്ഛനൊക്കെ ഭയങ്കര അതിശയമായി. കാരണം ഞാൻ ആരോടും മിണ്ടത്തോ ഇല്ല, ഒന്നും സംസാരിക്കത്തോ ഇല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ യാതൊരു ആൾക്കാരുമായിട്ട് സഹകരണം ഒന്നും ഇല്ല. അന്നേരം ഇങ്ങനെ സുനിതയ്ക്ക് ഇങ്ങനെ ബുക്കൊക്കെ വന്നതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് വന്നത് ആ ബുക്ക്, എനിക്കൊരു അഡ്രസ് ഒക്കെ ഉണ്ട്, ഇപ്പം യേശു എനിക്കൊരു അഡ്രസ്സ് തന്നു. അപ്പൊ എല്ലാരും എന്നെ അന്നേരം കളിയാക്കി ചിരിച്ചു. ഞാൻ അതും എടുത്ത് വായിച്ച്. ഒരു ബുക്കായിരുന്നു. അതിനകത്ത് നമ്മള് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പും അവസാനം പിന്നെ ആദമും ഹൗവയും തെറ്റ് ചെയ്യുകയും അനുസരണക്കേട് കാണിക്കുക, അവിടുന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത് വരെയുള്ള ഒരു കഥ പുസ്തകമായിരുന്നു. അത് ഇത്രയും ഞാൻ പെട്ടെന്ന് വായിച്ചു തീർത്ത്. അതിന്റെ അടിയിൽ അവരൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിന്റെ ഇത്രയും ക്വസ്റ്റ്യനുകൾ, അതൊക്കെ ഞാൻ കാണാതെ എഴുതി പൂരിപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് അയച്ചു കൊടുക്കുവാണെങ്കിൽ അടുത്തത് ഈ ആദമിനെ ഹൗവയും പുറത്താക്കി കഴിഞ്ഞ് പിന്നെ എന്തോ സംഭവിച്ചെന്നുള്ളത് അറിയാം. ഇതൊന്നും എനിക്ക് അറിയത്തില്ല ഈ കാര്യങ്ങളൊന്നും. അന്നേരം എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. അന്നേരം എന്തുമായിരിക്കും പിന്നെ സംഭവിച്ചത്, ദൈവം എന്തിനാ മനുഷ്യനെ പുറത്താക്കിയത് എന്നൊക്കെ വിചാരിച്ച് അത് വായിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത അതിന്റെ മറുപടികളൊക്കെ വന്നു. അങ്ങനെ ഓരോരോ ബുക്സുകളായിരുന്നു. ബൈബിൾ പഠനം എന്നും പറഞ്ഞ് 1, 2, 3 അങ്ങനെ യേശുവിനെ കുറിച്ച് അടുത്ത മൂന്നാമത്തെ വന്നപ്പോഴത്തേക്ക് യേശുവിനെ കുറിച്ചായിരുന്നു. യേശു സകല മനുഷ്യരുടെയും പാവങ്ങൾക്ക് വേണ്ടിയാ കുരിശിൽ മരിച്ചത്, ഇതെല്ലാം ഉള്ള ഒരു ബുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും എല്ലാം വന്നു. എന്നിട്ട് അവസാനം അവരിങ്ങനെ എഴുതിയിരുന്നത്, നിങ്ങൾ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ താഴെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന ഏറ്റു പറയുക. അന്നേരം ഞാൻ ഒരു മനുഷ്യര് പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല, ഈ എഴുത്തിലൂടെ മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അന്നേരം ഞാൻ അത് ഏറ്റു പറഞ്ഞു. ഞാൻ വിചാരിച്ചു,
ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാം, എന്റെ അസുഖം മാറുമല്ലോ അന്നേരം, എന്നെ യേശു രക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ മറ്റേതൊന്നും മാറണമെന്നോ പോകണമെന്നോ കളയണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. അതും ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നാലും യേശു എന്നെ സൗഖ്യമാക്കുമെങ്കിൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് ഏറ്റു പറഞ്ഞ് സൈൻ ചെയ്ത് അയച്ചു കൊടുത്തു. അന്നേരം അവരെനിക്കൊരു കൊച്ചു ബൈബിൾ അയച്ചു തന്നു, പുതിയ നിയമം. ഞാനിത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നു. ബൈബിള് ആദ്യമേ തുടക്കം മത്തായിയുടെ സുവിശേഷം ആദ്യം ഒന്നും എനിക്ക് വായിച്ചിട്ട് ഒന്നും പിടിയിട്ടില്ല. പിന്നെ കുറച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഒരു 5-ാം അധ്യായം വായിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി അതേ കണക്ക് ഒരു വചനം ഞാൻ എന്റെ ഭാഗവതത്തിൽ, ഞാൻ എല്ലാ ദിവസവും വായിക്കുന്ന ഭാഗവതത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഇതിനകത്ത് മുഴുവനും പറഞ്ഞിരിക്കുന്നത് ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ഇത്രയും സ്നേഹം ഞാൻ ഒരിക്കലും ഒരിടത്തുനിന്ന് ഒരു മനുഷ്യരിൽ നിന്നോ ഒരു ആ പടങ്ങളിൽ നിന്നോ ഒന്നും അനുഭവിക്കാത്തൊരു ഈ വചനം എനിക്ക് വായിക്കാൻ ഭയങ്കര ആർത്തിയോടെ ഞാനിത് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇത് ഈ ബൈബിൾ ഇരുന്ന് വായിക്കുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും വീട്ടില്. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, അന്നായിരുന്നു ബുക്കുകൾ വലുതായിട്ട് തുടങ്ങിയത്, ടെക്സ്റ്റ് ബുക്കുകൾ. അന്നേരം ഈ ബുക്കിനകത്ത് ഞാൻ ഈ ബൈബിളൊക്കെ വെച്ച് വായിക്കും. പിന്നെ എവിടുന്നെങ്കിലും ഒക്കെ അന്നേരം എനിക്ക് ദൈവം ഒരു ഇത് ഒരുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങളോ പേപ്പറുകളോ ഒക്കെ എനിക്ക് കിട്ടും, ട്രാക്റ്റുകളോ ഒക്കെ. ഇതൊക്കെ വായിക്കും. പിന്നെ എവിടെങ്കിലും പോയാൽ മതിലുകളിൽ, പള്ളിയുടെ മതിലുകളിൽ എഴുതി വെച്ചേക്കുന്ന വചനങ്ങളും, അത് പഴയ നിയമത്തിൽ നിന്നുള്ള, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഇതെല്ലാം കേൾക്കുമ്പോൾ എന്റെ ഹൃദയം നിറയാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അതിനോടൊരു ആകർഷണം തോന്നി. അങ്ങനെ ഞാൻ ഈ ബൈബിള് വായിക്കുകയും എന്റെ ആഗ്രഹങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിരിക്കാം. മുമ്പ് ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഈ ഇടി വെട്ടുന്നത് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഇടി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടി വെട്ടുമ്പോൾ ഭയങ്കര പേടിയാണ്. അന്നേരം ഞാൻ ഇടി വെട്ടുമ്പോൾ ഇരുന്ന് കൃഷ്ണന്റെ പാട്ടുകൾ പാടുമായിരുന്നു. അന്നേരം അതിന്റെ കൂടെ ഞാൻ യേശുവിന്റെ ഒരു പാട്ടും കൂടെ പഠിച്ചു. എവിടുന്നോ ഒരു സ്കൂളിൽ നിന്ന് അങ്ങാണ്ട് 2 വരിയേ ഉള്ളൂ. ആ പാട്ടും കൂടെ പാടുമ്പം ഇടിയൊക്കെ ശാന്തമാവുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടാകും. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇത് കൊള്ളാവല്ലോ, നമുക്ക് യേശുവിന്റെ പാട്ട് പാടുമ്പം ഈ പ്രകൃതിയുടെ മേലൊക്കെ ദൈവത്തിന് ഒരു ശക്തി ഉണ്ടല്ലോ, ഈ ദൈവത്തിന്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോയി കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ PPTTC-ക്ക് ചേർന്നു. എനിക്ക് കൊച്ചു കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനും അവരെ അടുത്ത് കാര്യം പറയാം, അവരോട് സംസാരിക്കുകയൊക്കെ, അവരോട് കൂട്ടുകൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞു നിന്നെ അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് PPTTC-ക്ക് പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ പോയി ഒരു ദിവസം ഞാൻ ഇങ്ങനെ ബസ്സിൽ ഇരിക്കുമ്പം അവിടെ ചെന്നപ്പോഴും അങ്ങനെ ആരോട് ഞാൻ കൂട്ടത്തൊന്നുമില്ല. അവിടെ പക്ഷെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അവരോട് കൂട്ടുകൂടാനൊക്കെ ഇഷ്ടമാണ്. അന്നേരം ഞാൻ ബസ്സിലിരിക്കുമ്പം നീരവരം ജംഗ്ഷനിലെ ഒരു പിന്നെ കൺവെൻഷന്റെ ആന്ന് തോന്നുന്നു വചന പ്രഘോഷണം എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലക്സ് വെച്ചേക്കുന്നു. അന്നേരം അതിനകത്ത് എഴുതി വെച്ചേക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, ഏവർക്കും സ്വാഗതം, ആർക്കും വേണമെങ്കിൽ കടന്നു വരാം, യേശു നിങ്ങളെ വിളിക്കുന്നു. യേശു നിങ്ങളെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോ അതെന്റെ ഹൃദയത്തിൽ അങ്ങ് തറച്ചു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ എന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതില്ല, അന്നേരം എന്റെ രക്ഷിതാവ് വിളിച്ച എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എങ്ങനെ ഞാനത് പോകുന്നത്? അച്ഛനോട് എങ്ങനെ ചോദിക്കും? ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോട്ടെ, പ്രാർത്ഥനയ്ക്ക് പോട്ടെ, കൺവെൻഷന് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. കുറെ ദിവസം, ഒരു മാസമൊക്കെ സമയമുണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പം ഈ ബൈബിളും ബുക്കിനകത്ത് വെച്ച് ഈ അറിയാവുന്ന 2 വരി പാട്ടും പാടി ഇങ്ങനെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നും പറഞ്ഞു തരാനും ആരുമില്ല. അങ്ങനെ ഒന്നും പള്ളിയിൽ പോവാത്തോണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ഞങ്ങള് പ്രാർത്ഥിക്കുന്ന കണക്ക് യേശുവിന്റെ 2 പാട്ട് പാടും, ബൈബിള് വായിക്കും. ബൈബിള് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വായിക്കും. പിന്നെ ഞാൻ എന്റെ ആഗ്രഹമൊക്കെ പറയും, യേശു എന്നെ രക്ഷിക്കണേ. എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അന്നേരം ഞാൻ പ്രാർത്ഥിക്കും, എന്നെ രക്ഷിക്കണേ, എന്റെ അച്ഛനെ രക്ഷിക്കണേ, എന്റെ അമ്മയെ രക്ഷിക്കണേ, എന്റെ ചേച്ചിയെ രക്ഷിക്കണേ, ഇത്രയൊക്കെ പറഞ്ഞ് എന്റെ പ്രാർത്ഥനയെ നിർത്തി. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി 10-11 മണിയായി കാണും. എല്ലാവരും ഉറക്കമായി. അറിയാം, എന്റെ അടുത്ത റൂമില് പുറത്തുനിന്ന് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ഒരു സൗണ്ട് കേട്ടു. അന്നേരം ഞാൻ വിചാരിച്ചത് ആരാ പറയുന്നത്, ഇത് ഒരു സൗണ്ട് കേൾക്കുന്നത് വെച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ അമ്മയും അച്ഛനും ഒക്കെ കിടന്ന് ഉറക്കവാ, എല്ലാവരും ഉറക്കവാ. ഞാൻ ഈ സ്തോത്രം, ഹല്ലേലൂയ എന്നുള്ള വാക്കൊന്നും കേട്ടിട്ടില്ല. ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുമ്പം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അതെല്ലാരും പരസ്പരം പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്തോത്രമൊന്നും ഹല്ലേലൂയ എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ അതങ്ങ് എന്റെ മനസ്സിൽ ഒതുക്കി. എവിടെന്നോ കേട്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഈ കൺവെൻഷൻ വരുവാ. ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ച് വളരെ അച്ഛനെ എനിക്ക് കുറച്ച് പേടിയുവാ. അങ്ങനെയൊക്കെ ഞാൻ അച്ഛന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അമ്പലത്തിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഭാഗവതം വായിക്കുന്നതിനൊന്നും അച്ഛൻ ഒന്നും പറയാറില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും ഭാഗവതം വായിക്കാൻ പോകും. ഞങ്ങൾ അമ്പലത്തിൽ പോയി നിന്ന് അച്ഛൻ ഭാഗവതം വായിച്ച് തീരുന്നവരെ അവിടെ നിന്ന്
അങ്ങനെയൊക്കെയാ വരുന്നത്. അച്ഛനും ഒരു അമ്പലത്തിലെ സെക്രട്ടറി ഒക്കെ ഭാഗവതം വായിക്കാനൊക്കെ പോവായിരുന്നു. അന്നേരം ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, "അച്ഛാ അവിടെ കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു." അന്നേരം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നു കാണുന്നു. പള്ളിയിലെ കൺവെൻഷന്റെ അവിടെ പാട്ട് കേൾക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് പോകണം ആഗ്രഹം. എനിക്ക് പൊക്കോളാൻ വയ്യ. എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുക. അന്നേരം ഞാൻ അങ്ങ് എന്ത് വരട്ടെന്ന് വിചാരിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, "അച്ഛാ ഞാൻ ആ കൺവെൻഷൻ അവിടെ പോയിരുന്നോട്ടെ കുറച്ചു നേരം. അവിടെ യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ രോഗശാന്തി ശുശ്രൂഷയാ. എല്ലാവർക്കും രോഗങ്ങളൊക്കെ മാറും. ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടോ, ബഹളവും പാട്ടും ഒക്കെ കേൾക്കുന്ന അവിടത്തെയാ." അന്നേരം ഞാൻ ഇങ്ങനെ അച്ഛനോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ ചേച്ചിയുണ്ട്. ചേച്ചി കേട്ടോണ്ട് പറഞ്ഞു, "അയ്യോ എന്ത് പറയുന്നത്, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. അന്നേരം പിന്നെ ഹോസ്പിറ്റലുകളൊക്കെ ഇനി നിർത്താൻ പോവുമായിരിക്കില്ലേ നാളെ തൊട്ട്" എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് യേശുവിനെ ഞാൻ എന്നും ഇഞ്ചക്ഷൻ എടുക്കും, ഇതൊക്കെ തന്നെ. ഞാൻ മടുത്ത് ശരിക്കും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ എനിക്ക് യേശു എന്നെ രോഗികളെ സൗഖ്യമാക്കുമല്ലോ, എനിക്ക് അവിടെ പോയാൽ മതി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യേശു സകലവിധ ദീനക്കാരെ സൗഖ്യമാക്കുന്നു. ഞാനത് വിശ്വസിക്കും." അന്നേരം അച്ഛൻ കുറച്ച് ക്രിസ്ത്യൻസ് ഒക്കെ ആയിട്ട് കൂട്ടുകാരെ ഈ സ്ഥലത്ത് അങ്ങനെ പരിചയം ഉണ്ടായോണ്ട് അച്ഛൻ പറഞ്ഞു, "ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാ പറയുന്നത്. എന്തായാലും ഞാനൊന്ന് പോയി തിരക്കട്ടെ എന്തുവാ അവിടെ സംഭവം. വെറുതെ അങ്ങ് നിന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു." ഞാൻ പറഞ്ഞു, "എങ്കിൽ ശരിയെന്ന് പറഞ്ഞു." അങ്ങനെ അച്ഛൻ ഉച്ചയ്ക്ക് അവിടെ പോയ ജംഗ്ഷനിൽ അങ്ങോട്ടൊക്കെ പോയി തിരക്കിയിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, "വൈകിട്ട് കുറച്ച് സമയം അവിടെ പോയി 1 മണിക്കൂർ പോയിരുന്നോളാൻ പറഞ്ഞു. പക്ഷെ ഒറ്റയ്ക്ക് പോവണ്ട, ചേച്ചിയെ കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു." എന്നിട്ട് ഈ ചേച്ചി എന്നെ സമ്മതിപ്പിക്കുന്ന കാര്യം ഭയങ്കര പ്രയാസം. ഞാൻ പിന്നെ ചേച്ചിക്ക് പറഞ്ഞു, "ഏയ് എങ്ങനെങ്കിലും ഒന്ന് നമുക്ക് നല്ല രസം പാട്ട് കേട്ടോ, അവിടെ എന്തോരം ആൾക്കാരാ നടന്നു പോകുന്നത്. നമുക്ക് ചുമ്മാ ഇവിടെ ഇരിക്കുവല്ലേ, നമുക്ക് അവിടെ പോയി ഒന്ന് ഇരുന്ന് നോക്കാം. ഈ പിന്നെ മൈക്കിൽ കൂടെ നമുക്ക് ആ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നല്ല തമാശയൊക്കെ കേൾക്കാം നമുക്ക്." അന്നേരം ഞാൻ നിർബന്ധിച്ചപ്പം അവസാനം വരാന്നും പറഞ്ഞ് വന്നു. അവിടെ വന്നപ്പം ഈ സ്തോത്രം ഹല്ലേലൂയ അവിടെ ഭയങ്കര സ്തുതിപ്പും കയ്യടിയൊക്കെ നടക്കും. അന്നേരം സ്തോത്രം ഹല്ലേലൂയൊക്കെ കേട്ടപ്പോ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, "ദേ ഈ ഇത് ഞാൻ നമ്മുടെ വീട്ടിലിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ ബാക്കിൽ സൈഡില് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം കേട്ട് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു." അന്നേരം ചേച്ചി പറഞ്ഞു, "ചുമ്മാതെ തോന്നിയതായിരിക്കും. അങ്ങനെ ആ സൗണ്ട് അങ്ങനൊന്നും കേൾക്കത്തില്ലെന്ന് പറഞ്ഞു." അന്നേരം ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, "ഏയ് ഒരുപാട് സമയം ഇരിക്കണ്ട. ആൾക്കാരെല്ലാം നമ്മളെ ഒരുമാതിരി നോക്കുന്നു. കാരണം ഇരുപുറത്തുള്ളവരൊക്കെ അറിയുന്നേ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന, അച്ഛൻ ഭാഗവതം വായിക്കുന്ന, അച്ഛൻ അമ്പലത്തിലെ സെക്രട്ടറി. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് എന്താന്ന് ആൾക്കാരൊക്കെ നോക്കുന്നു, എല്ലാവരും നോക്കുന്നു നമ്മളെ. ഞാൻ പറഞ്ഞു, ഓ അങ്ങനൊന്നും നോക്കുന്നെങ്കിൽ അവിടെ കിടന്ന് നോക്കട്ടെ. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏവർക്കും സ്വാഗതം. കാരണം ഹിന്ദുക്കൾക്കും അല്ല ക്രിസ്ത്യൻസിന് മാത്രമല്ല സ്വാഗതം, ഏവർക്കും സ്വാഗതം. ജാതി മത ഭേദമന്യേ ഏവർക്കും സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പോകാം. അവര് നോക്കുന്ന അവിടെ നോക്കട്ടെ, എഴുതി വെച്ചവരവിടെ എന്തായാലും നമ്മളെ കൂടെ ക്ഷണിച്ചതാ പറഞ്ഞു. എന്നിട്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് മതിയാവുന്നില്ല. അങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ കുറെ സമയം ഇരുന്നിട്ട് കുറെ തമാശയൊക്കെ അച്ഛൻ പറയുമായിരുന്നു. ഞാൻ അവിടെ ചേച്ചിയൊക്കെ അതുകൊണ്ട് കുറച്ച് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കയ്യടിയും പാട്ടും അതൊക്കെ ആയിട്ട് 2-3 ദിവസം അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്നേരം കുറച്ച് പ്രാർത്ഥിക്കാനുള്ള കുറച്ചും കൂടെ അറിയാൻ പറ്റി. സ്തോത്രം ഹല്ലേലൂയ കുറച്ച് പാട്ടുകളും ഒരു പാട്ട് പുസ്തകം അവിടുന്ന് 10 രൂപ കൊടുത്ത് വാങ്ങിച്ചു, അതും കിട്ടി. ആ പാട്ട് പാടി കുറച്ചും കൂടെ എന്റെ പ്രാർത്ഥനയൊന്ന് വളരാൻ തുടങ്ങി. അന്നേരം കുറച്ചും കൂടെ ഒക്കെ ഇപ്പം PPTTC പഠിക്കുമ്പോൾ അവിടെ ചെന്നപ്പം അവിടെ ഞാൻ ഒരു ദിവസം പാട്ട് പാടുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ പാട്ട് പാടണം. ഞാനങ്ങനെ ആരോടും അങ്ങനെ മിണ്ടത്തില്ല. പക്ഷെ അന്നേരം ഞാൻ എഴുന്നേറ്റ് ഞാൻ പാട്ട് പാടാം എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി. സ്വർഗ്ഗനാട്ടിലിൻ പ്രിയൻ തീർത്തോടും എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അന്നേരം അവർക്ക് എല്ലാവർക്കും അതിശയായി. അവരൊക്കെ ചോദിച്ചു, "എന്തോ പറ്റി, മിണ്ടാപ്പൂച്ചയായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ യേശുവിന്റെ മതം മാറാൻ പോവാണെന്നൊക്കെ ചോദിച്ചു." അന്നേരം ടീച്ചർ അവരെല്ലാം ഹിന്ദുസാ. അന്നേരം ടീച്ചർ പറഞ്ഞു, "അങ്ങനെ നമ്മൾ ഒരിടത്ത് ഇങ്ങനെ മാറുന്നത് ശരിയല്ല. നമ്മള് ഒരു കേന്ദ്രം എന്ന് പറയുന്ന ദൈവത്തിന്റെ കേന്ദ്രത്തിലോട്ട് വരുന്ന പല പല രേഖകളാ. അതില് ഒന്ന് മാത്രമാ ക്രിസ്ത്യൻ, ഹിന്ദു അങ്ങനെയൊക്കെ ഉള്ളത്." പക്ഷെ എന്റെ മനസ്സിൽ അതൊന്നും കേറിയില്ല. ഞാൻ അങ്ങനെ എല്ലാത്തിൽ നിന്നും വരുന്നതൊന്നും അങ്ങനെയുള്ളതല്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്നിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ പഠനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അന്ന് വരെയും അങ്ങനെ വലിയ പഠിത്തമൊന്നും അങ്ങനെ പഠിക്കത്തൊന്നുമില്ല. അന്നേരം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടാറില്ല. അന്നേരം പക്ഷെ എന്റെ പഠന നിലവാരം അവിടെ ഉയരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ദൈവം എന്റെ ബുദ്ധിയെയും ഓർമ്മയൊക്കെ തുറന്നു. ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഓരോ സബ്ജക്റ്റിനും നല്ല നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി, ഫസ്റ്റ് മാർക്ക്. അതുവരെയും എനിക്ക് ശബ്ദം തീരെ കുറവായിരുന്നു. കാരണം അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ശബ്ദമാണ്. നമ്മുടെ സൗണ്ട് എടുത്ത് നമ്മൾ പഠിപ്പിക്കും. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മളെ സൗണ്ട് ഉയർന്നില്ലെങ്കിൽ കുട്ടിയുടെ സൗണ്ട് അവിടെ ഉയരും. അതുകൊണ്ട് നമ്മളെ സൗണ്ട് കുഞ്ഞുങ്ങളെക്കാളും ഉയർന്നു നിൽക്കണോണ്ട്. പക്ഷെ എനിക്കത് എത്ര സൗണ്ട് എടുത്തിട്ട് എനിക്ക് ശ്വാസം കിട്ടാത്ത കണക്ക് എനിക്ക് ശബ്ദം ഉയർത്താൻ പറ്റില്ല. പക്ഷെ പിന്നെ അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ തൊട്ട് എന്റെ ശബ്ദം ഉയരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എന്റെ ശബ്ദം ഉയർന്ന് കുട്ടികളെക്കാൾ ഉയർന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ച് തിയറിക്കാണെങ്കിലും സൈക്കോളജി അങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ എല്ലാം
എനിക്ക് പതുക്കെ പതുക്കെ ഫസ്റ്റ് മാർക്ക് കിട്ടാൻ തുടങ്ങി. എല്ലാറ്റിനും നല്ല മാർക്കായി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി പതുക്കെ. അങ്ങനെ പോകാൻ പറ്റത്തില്ല, പക്ഷെ അച്ഛൻ വിടത്തില്ല. എങ്കിലും ചെറുതായിട്ട് പള്ളിയിലൊക്കെ ഞങ്ങള് അച്ഛൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ച് ഒരു പള്ളിയിൽ പോട്ടെ, പള്ളിയിൽ പോയിരുന്ന് നമ്മൾ തനിയെ പ്രാർത്ഥിക്കണം, അങ്ങനെ പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഒരു ദിവസം പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ചേച്ചിയുടെ കാലിൽ ഒരു മുഴ വന്നു. അന്നേരം ചേച്ചി പറഞ്ഞു എനിക്ക് പേടിയാ അത് കത്തി വെക്കാനൊക്കെ, ഡോക്ടറെ കാണിച്ച് അത് കീറിക്കളയേണ്ടി വരും. അന്നേരം ഞാൻ പറഞ്ഞു യേശു സകലവിധ ദീനക്കാരെ സൗഖ്യമാക്കുന്നു. ഞാൻ അതിനകത്ത് അങ്ങ് ഉറച്ചൊരു പൊട്ടിയെ പോലെ വിശ്വസിക്കും. എന്റെ ബുദ്ധിയിൽ ഞാൻ ദൈവത്തെ അളക്കുന്നില്ല. ഞാൻ ഈ ദൈവം പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാനായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ സകലവിധ ദീനക്കാരെ സൗഖ്യം യേശുവിന് പറ്റും നമ്മളെ ഈ മുഴ സൗഖ്യമാക്കാൻ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, സകലതും ചെയ്യുന്ന ദൈവമാണ്. അന്നേരം ചേച്ചിക്ക് അത്ര വിശ്വാസമൊന്നും അല്ലെങ്കിൽ ചേച്ചി എന്റെ കൂടെ പള്ളിയിൽ വരും. വന്നിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. എല്ലാ ദിവസവും വന്ന് ചേച്ചി നോക്കും മഴയുണ്ടോ മഴയുണ്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കരുത്, അങ്ങനെ എല്ലാ ദിവസവും വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിശ്വാസത്തെ അത് കാണിക്കുന്നത്. കുറെ ദിവസങ്ങൾ കുറെ ആഴ്ചകൾ നമ്മൾ പോകും, അതുവരെ നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. ദൈവം സൗഖ്യമാക്കി എന്ന് തന്നെ വിശ്വസിക്കാം. ഇതൊന്നും ആരും പറഞ്ഞു തരാതെ തന്നെ ഞാനങ്ങ് പറയുന്നതാ. അന്നേരം അന്ന് നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്താനോ ദൈവം അല്ലാതെ ഈ വചനമല്ലാതെ പറഞ്ഞു തരാനോ ഒന്നും ഒരു മനുഷ്യരും ഇല്ല. അങ്ങനെ അങ്ങനെ 2-3-4 ആഴ്ച പോയിട്ട് ഒരു ദിവസം തിരിച്ചു വന്നിട്ട് ചേച്ചി എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു ആ മുഴ അവിടെ ഇല്ല, ഒന്നുമില്ല, അടയാളം പോലും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് ഭയങ്കര സന്തോഷമായത്. അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് അത്രയും വിശ്വസിക്കാൻ അത് സൗഖ്യമാക്കിയല്ലോ. അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവം ഇത്ര അത്ഭുതം. അതേ കണക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെന്ന്, ഈ യേശു ജീവിക്കുന്ന ദൈവം. കാരണം നമ്മുടെ ഒരു ദൈവങ്ങളും മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റതായിട്ട് നമ്മൾ ഒരിടവും നമ്മൾ വായിക്കുന്നില്ല. ഞാൻ ആ ഭാഗവതം വായിക്കുമ്പോൾ ഒരിടവും ഞാൻ കണ്ടിട്ടില്ല മരിച്ചു കഴിഞ്ഞ് മരണത്തെ ജയിച്ച് ജീവിച്ചെന്ന്. അത് പക്ഷേ ഈ യേശു മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും ദൈവം ജീവിച്ച് ഇന്ന് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാവും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് നമ്മുടെ ശരീരത്ത് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ, നമ്മുടെ അടുത്ത് ഒരാളിൽ നിന്ന് നമ്മളെ തൊടുന്നത് പോലെ ആ ഒരു അനുഭവത്തിൽ നമ്മൾ വരണം. അന്നേരം ചേച്ചി പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാവൂ, എനിക്കും കൂടെ എനിക്കൊന്ന് അനുഭവിക്കണമെന്നുണ്ടെന്ന് എനിക്ക് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ വീട്ടിൽ ആരും ഇതൊന്നും അറിയുന്നില്ല ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നത്. രാത്രിയിലാവുമ്പം എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞൊക്കെ ഞാനും ചേച്ചി കൂടി ഇങ്ങനെ ഞങ്ങള് രണ്ടുപേരോട് ഞാൻ ചേച്ചിയുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു യേശുവേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ആദ്യ നാളുകളിൽ, എനിക്കുണ്ടാവുന്ന അനുഭവം, ആ സ്പർശിക്കുന്ന അനുഭവം ചേച്ചിക്കും കൂടെ ഒന്ന് കൊടുക്കണേ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞു എന്റെ കാലിൽ കൂടെ എന്തോ എഴഞ്ഞു കയറുന്ന കണക്ക് തോന്നുന്നു. ചേച്ചി കിടന്ന് കാലിട്ടടിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നമ്മൾ ഒരിക്കലും ദൈവം നമ്മളെ തുടങ്ങും നമ്മൾ പേടിക്കേണ്ട കാര്യം, നമ്മളെ അപ്പനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമായിരുന്നു, നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിക്ക് പറഞ്ഞു. എന്നിട്ട് ചേച്ചിയുടെ കല്യാണമൊക്കെ നടക്കാനായിട്ട് അമ്മയൊക്കെ ഇങ്ങനെ ജാതകമൊക്കെ നോക്കി അന്നേരം പറഞ്ഞ് കുറച്ച് ദോഷമുണ്ട്, അമ്പലത്തിൽ പോകണം. അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചിക്ക് പറഞ്ഞു അമ്പലത്തിലൊന്നും പോകേണ്ട കാര്യമില്ല, കാരണം അതൊന്നും അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചിങ്ങനെ ഒന്നിൽ ചേർന്നപ്പം വേറൊന്നും ഇങ്ങനെ മാറാൻ തുടങ്ങി പതുക്കെ. പിന്നെ അതുമല്ല ഞാനിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ അതിനകത്ത് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ, അന്നേരം ഞാൻ ആദ്യമൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ വിട്ട് അന്നേരം അവര് പിണങ്ങത്തില്ലേ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ച് പക്ഷെ അവിടെ ഒന്നും അനുഭവങ്ങളില്ലല്ലോ. ഇവിടെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് മറുപടി കിട്ടുന്നുണ്ട്. ഒത്തിരി 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 ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കാര്യമാവട്ടെ എല്ലാ കാര്യത്തിനും എനിക്ക് മറുപടി കിട്ടുന്നുണ്ട്. അന്നേരം ഞാൻ ഇങ്ങോട്ട് അങ്ങ് ചായാൻ തുടങ്ങി. അന്നേരം ഞാൻ അമ്പലത്തിൽ കുറഞ്ഞു. അന്നേരം ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു നമുക്ക് ചുമ്മാ അമ്പലത്തിൽ, അന്നേരം അമ്മ അച്ഛനും വഴക്ക് പറഞ്ഞു അമ്പലത്തിൽ പോകണം, ഇത്ര ആഴ്ച അമ്പലത്തിൽ പോയാലേ കല്യാണം നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതോ ജോത്സ്യര് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ കാറ്റൊക്കെ കൊണ്ട് വൈകിട്ട് അമ്മയും എല്ലാമായിട്ടാ പോയിട്ട് ഞാൻ ചേച്ചിട്ട് പറഞ്ഞു അവിടെ ചെന്ന് തൊഴുതിയിട്ടും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ജീവനില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ഞാൻ ബൈബിളിൽ ഞാൻ പലയിടവും മതിലിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പുതിയ നിയമമേ എന്റെ കയ്യിലുള്ളൂ, പഴയ നിയമം ഇല്ല. കാരണം ഞാൻ അങ്ങനെ മതിലിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും ജീവനില്ലാത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ കല്യാണമൊക്കെ ശരിയായി. കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് പോലും ഞാൻ പക്ഷെ മനുഷ്യരോടൊന്നും അങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ചേച്ചിയെ പെണ്ണ് കാണാനായിട്ട് എല്ലാരും കൂടെ വന്നപ്പം എൻഗേജ്മെന്റ് കണക്ക് എല്ലാരും കൂടെ നാത്തൂന്മാരെല്ലാം കൂടെ ഒരു 10 പേരൊക്കെ കാണും. വന്നപ്പോ ഞാൻ ഓടി അങ്ങ് ബാത്റൂമിനകത്ത് കയറി കതകടച്ചു.
അവരെത്ര തട്ടി വിളിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ ആൾക്കാര് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് വരത്തില്ല. ഞാനങ്ങ് അകത്ത് കയറി കതകടച്ചിരിക്കും. പുറത്തോട്ട് വരത്തില്ല. അങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഭയങ്കര മടിയുണ്ടായിരുന്നു എനിക്ക്. അതും ഒക്കെ ഈ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയത്. പക്ഷെ അന്നേരം ഒന്നും മാറിയിട്ടില്ല. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ച്. പെട്ടെന്ന് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ച്. ഹോസ്പിറ്റലിലായിരുന്നു. അന്നേരം ഷുഗർ എങ്ങാണ്ട് ആയിട്ട് അവിടെ കിടന്നതാ. പിന്നെ അന്നേരം ഒരാള് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞു അച്ഛന് അസുഖം കൂടുതലാ. അതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. അന്നേരം ഞാൻ ചോദിച്ചു അതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകുന്നത്? ആ മെഡിക്കൽ കോളേജിൽ നേരെ കൊണ്ടുപോയാൽ പോരേന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം എന്നിട്ട് പെട്ടെന്ന് റോഡിലുള്ള അച്ഛൻ ആൾക്കാരൊക്കെ നല്ല സഹകരണമായിട്ട് റോഡിലുള്ള കടകളെല്ലാം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാരും ആൾക്കാരൊക്കെ റോഡിൽ കൂടി നിൽക്കാനൊക്കെ തുടങ്ങി. അന്നേരം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് ഞാൻ അന്നേരം ഓടിച്ചെന്ന് റൂമിനകത്ത് കയറി ബൈബിള് എന്റെ പുതിയ നിയമം ബൈബിൾ എടുത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ യേശു എന്റെ അച്ഛനെ സുഖമാക്കണം, എന്റെ അച്ഛനെ രക്ഷിക്കണം. അന്നേരം ഞാൻ വിചാരിക്കുന്ന അച്ഛന് അസുഖം കൂടിയെന്നാ. പക്ഷെ അച്ഛൻ 4:30 മരിച്ചു കഴിഞ്ഞു. ഈ പുള്ളി വന്ന് പറയുന്നത് 7 മണിയായപ്പോഴാ ബോഡി കൊണ്ടുവരാറായപ്പോഴാ വന്ന് പറഞ്ഞത്. ഞങ്ങള് ഇതൊന്നും അറിയുന്നില്ല. ആൾക്കാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ ഈ ബൈബിള് കെട്ടിപ്പിടിച്ച് കതകടച്ചിരുന്ന് നിലവിളിച്ചു. യേശുവേ ഞാൻ ചോദിക്കുന്നതെല്ലാം എന്റെ യേശു തരുമല്ലോ. എന്റെ അച്ഛനെ രക്ഷിക്കണം. എനിക്ക് അച്ഛനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒന്ന് തന്നായി പോയി. ചേച്ചി പോയി കഴിഞ്ഞ് കല്യാണം കഴിച്ചു പോയി. ഇനി അച്ഛനില്ലാതെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ആരുമില്ല ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കരയാൻ തുടങ്ങി. അങ്ങനെ അയലത്തെ വീട്ടിലെ ആൾക്കാരെല്ലാം വന്ന് അമ്മ അവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് കിടന്നു. എല്ലാരും വന്ന് കതകിനിട്ടടിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അന്നേരം എന്റെ മനസ്സിൽ തോന്നി ഇല്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഇനി ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ഇല്ല. ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കും അച്ഛനെ മാറ്റി. നമ്മളെ എല്ലാ കാലത്തും നമ്മൾ അച്ഛനൊന്നും നമ്മുടെ കൂടെ കാണത്തില്ല. മരണത്തിന്റെ അപ്പുറവും ദൈവം മാത്രമേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നപ്പോ കതകിനിട്ട ഒരു ആൾക്കാർ സമ്മതിക്കത്തില്ല. അവരൊക്കെ വിചാരിച്ച് ഞാൻ എന്തോ ചെയ്യാനായിട്ട് കതകടച്ച് കയറിയതാണ്. അവര് കതകിനിട്ട് അടിച്ച് എന്നെ ഞാൻ കതക് തുറന്നു. അന്നേരം ഞാൻ ഈ ബൈബിള് കെട്ടിപ്പിടിച്ച് വെച്ചേക്കുവാ. അന്നേരം അവര് ചോദിച്ചത് എന്തുവാ ഇത്? നീ വിട്ട എന്തോ ഇത്? അച്ഛന്റെ ഡയറിയാണോ? അതിനൊന്നും ഇല്ലല്ലോ. എന്തിനാ ഈ കരയുന്നതൊക്കെ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല. അന്നേരം പിടിച്ചു വലിച്ചിട്ട് അവരെല്ലാം ഹൈന്ദവരായിരുന്നു. അവർക്ക് അറിയത്തില്ല അത് ബൈബിളാണെന്ന്. ഒരു ചെറിയ ബൈബിളാ, കറുപ്പ് ബൈബിൾ. അന്നേരം ഞാനത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഞാനിത് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞ്. പക്ഷെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പം ബോഡി കൊണ്ടുവന്നു. എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ എല്ലാം പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. യേശു കേൾക്കും. ഞാൻ ചോദിക്കുന്നതെല്ലാം യേശു തരും. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അന്ന് വരെയുള്ള ആ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്റെ വിശ്വാസത്തിന്റെ കുഞ്ഞുനാളുകൾ അന്നേരം ഞാൻ വിചാരിക്കുന്ന അങ്ങനെ. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്ലാനാ അത്. അച്ഛൻ മരിച്ച അന്നേരം ഒരു മാനസികമായിട്ട് ഒത്തിരി പ്രയാസം ഉണ്ടായി. എനിക്ക് അതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ പറ്റിയില്ല. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഇനി പഠിക്കുന്നില്ല. ഞാൻ PPTPCക്ക് ഒന്നും പഠിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഡിസംബർ മാസമായി. ഇനി ഒരു മാർച്ച് വരെ പഠിച്ചാൽ മതി. പഠിത്തത്തിൽ മുമ്പിലായിരുന്നു. അന്നേരം അവരെല്ലാരും വന്നിട്ട് പറഞ്ഞു എക്സാം ഒക്കെ ഈ വർഷം എഴുതണം, വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എന്തായാലും ഈ വർഷം എക്സാം എഴുതുന്നില്ല, അടുത്ത വർഷം എഴുതിക്കോളാം. അവര് പറഞ്ഞു വെറുതെ ഒരു വർഷം എന്തിനാ കളയുന്നത്? ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ മാർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇനി എന്റെ മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല അങ്ങോട്ട്. അന്നേരം അവരെല്ലാം ഒരുപാട് നിർബന്ധിച്ച് ഞാൻ പക്ഷെ ചെന്നു. എനിക്ക് പക്ഷെ പഠിക്കാനൊക്കെ പറ്റില്ല. മനസ്സിൽ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കാൻ ഞങ്ങളെ വീട്ടിൽ ഒറ്റയ്ക്കായി പോയതുപോലെ ഭയങ്കര പ്രയാസമായി. കാരണം അമ്മയും എപ്പോഴും ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കും. ഞാനും എവിടെങ്കിലും ഞാൻ ഈ ബൈബിളും എടുത്തു ഇതിന്റെ ആകെ ഈ ബൈബിള് മാത്രമാണ്. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെങ്കിലും എക്സാം എഴുതി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം ജൂണിലായപ്പോ ഞാൻ വേറൊരു സ്കൂളിൽ കയറി, ഒരു പ്രീ സ്കൂളിൽ കയറി, കുട്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ കയറിയപ്പോ എനിക്ക് മാസം സാലറി കിട്ടാൻ തുടങ്ങി. അന്നേരം എന്റെ കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമാണ് ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കണം എന്നുള്ളത്. അന്നേരം ഞാൻ പാട്ട് കേൾക്കാനായിട്ട് അന്നേരം ഞാൻ കൂട്ടി വെച്ചിരുന്ന ആദ്യം എനിക്ക് ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ച് കുറച്ച് യേശുവിന്റെ പാട്ടിന്റെ കാസറ്റുകൾ വാങ്ങിച്ചു. എപ്പോഴും ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അത് കണക്ക് ഈ ഓരോരുത്തരുടെ പ്രസംഗങ്ങളുടെ കാസറ്റുകളും എല്ലാം വാങ്ങിച്ചു. ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ ആ ഒരു സമയത്ത് ഓരോരുത്തൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തൊക്കെ നോട്ടീസൊക്കെ കണ്ടു. അന്നേരം ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഒരു വണ്ടി പോകുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. ഒരു ആന്റി പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നു. ഞാൻ പൈസ തരാം. അവിടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ തരാം പൈസ, ഞാനും കൂടെ വരുന്നു. അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല.
ഒരു ആന്റി പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുപോവാ, കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടെത്തിച്ചോളാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നത് കോട്ടയിലായിരുന്നു പോയത്. കോട്ടയില ധ്യാനത്തിന് പോയതായിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോ ഭയങ്കരമായിട്ട് ഒരു എന്റെ അന്ന് വരെയുള്ള ആ പ്രയാസം, അച്ഛനില്ലെന്നുള്ള ആ ഒരു വിഷമം എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റി. എന്റെ എന്നെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന എന്റെ അപ്പ എന്റെ കൂടെ ഉണ്ട്, എന്റെ യേശു അപ്പ എന്റെ കൂടെ ഉണ്ട്. ഈ ലോകത്തുള്ള അമ്മയും അപ്പനും എല്ലാം സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇനി ഒന്നിനും ഭാരപ്പെടേണ്ട കാര്യമില്ല, എല്ലാത്തിനും ദൈവം കരുതിക്കോളും. ആ ഒരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ ദൈവം തന്നു. നമുക്കൊന്നും പുകഴുവാനില്ല. കാരണം വിശ്വസിക്കാനും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് പറ്റത്തില്ല. ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ പറ്റൂ. അത് ഒരു പൊട്ടിയെ പോലെ ഞാനത് വിശ്വസിച്ചു. ദൈവം എന്റെ കൂടെ ഉണ്ട്, ദൈവം എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അങ്ങനെ പിന്നുള്ള കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ വരുന്ന വെക്കേഷനുകളെല്ലാം, ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ എല്ലാം ഇങ്ങനെ പോകാൻ തുടങ്ങി. ആ പോയപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു വലിയ ബൈബിള് വാങ്ങിച്ചു. ബൈബിള് വാങ്ങിച്ചിട്ട് ഇത് വീട്ടിൽ വന്നിരുന്ന് വായിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ഈ മതിലിൽ കണ്ട വാക്യങ്ങളെല്ലാം ഇതിനകത്ത് കണ്ടു. അതെനിക്ക് ഭയങ്കര, എനിക്ക് അതിനേക്കാളും ഭയങ്കര, എനിക്ക് ആർത്തിയ. വൈകിട്ട് ഓടി വന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാൾ ഈ ബൈബിള് വായിക്കണം. ഇതിനകത്തുള്ള വചനം ഇത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, ഇത് ദൈവത്തിന്റെ സ്നേഹം. ഞാൻ എന്നിട്ട് അമ്മയടുത്ത് അമ്മ ഉച്ചയ്ക്ക് അവിടെ ചാരുകസേരയിൽ വന്നിങ്ങനെ കിടക്കണം ചോറുണ്ടിട്ട്. അന്നേരം ഈ അവധി ദിവസം ശനിയാഴ്ചയൊക്കെ ഞാൻ അമ്മയടുത്ത് ചെന്നിട്ട് ബൈബിള് വായിച്ച് കേൾപ്പിക്കും. അന്നേരം അമ്മ പറയും അത് ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാ, അത് ക്രിസ്ത്യൻസിന്റെയാന്നൊക്കെ പറയും. ഞാൻ പറയാം അല്ല, ഇതിനകത്ത് നോക്കിയാൽ എഴുതി വെച്ചേക്കുന്നത് യെശയ്യാവെന്നും പറഞ്ഞ് ഇതിനകത്ത് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ. നമ്മള് കാട്ടിലെ തടി വെട്ടിക്കൊണ്ടുവന്ന് നമ്മള് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ട് അത് ഇതാരും പറയരുത്, വായിച്ചങ്ങ് എടുക്കുക. ഇത് എല്ലാം വായിച്ചപ്പോ അവിടെ നിന്ന് ഒരു ഭാഗം കിട്ടിയത് അത് അമ്മയെ വായിച്ച് കിട്ടിക്കുക. തടി കൊണ്ടുവന്ന് നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതല്ലേ അമ്മ നമ്മളാ വെച്ചേക്കുന്നത്, ആ ഹാളിൽ മൊത്തവും വെച്ചേക്കുന്നത് വിഗ്രഹങ്ങളല്ലേ. ഇതൊക്കെ ദൈവങ്ങളെ ഉണ്ടാക്കാൻ ഇതെങ്ങാണ് ആരെങ്കിലും കണ്ടിട്ടുള്ളതാണോ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ തടി നമ്മളെടുത്ത് തീ കത്തിച്ച് ആഹാരം കഴിക്കുന്നു. അന്നേരം അമ്മ പറഞ്ഞു നീ പറഞ്ഞ ആവശ്യമില്ലാത്ത ദൈവദോഷം ഒന്നും പറയരുത്, വെറുതെ അതാരെങ്കിലും ഒക്കെ എഴുതി വെക്കുന്നതാ. ഞാൻ പറഞ്ഞു ബൈബിൾ ആരെങ്കിലും ഒന്നും എഴുതി വെക്കുന്നില്ല, ഇത് പരിശുദ്ധാത്മാവ് എഴുതുന്നതാ. പല കാലങ്ങളിൽ പല ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിച്ച് ഒന്നിച്ചു കൂടിയതാ. അങ്ങനെയൊക്കെ എനിക്ക് അന്നേരം പറയാൻ അറിയാവുള്ളൂ. ആ ഒന്നിച്ചു കൂടിയതാ ഈ ബൈബിൾ. അന്നേരം പറയാം അത് നിന്നെ പറ്റിക്കാനായിട്ട് ആ പള്ളിയിൽ ചെന്നപ്പോ ആരാണ്ട് പറഞ്ഞു തന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ഇത് അമ്മയൊന്ന് വിശ്വസിച്ച് നോക്കും, ഇത് ജീവിക്കുന്ന ദൈവം അമ്മ, ഇതൊക്കെ വെറുതെയാ നമ്മൾ ഈ വെച്ചിരുന്ന്. അപ്പഴത്തേക്ക് വിളക്കത്തിപ്പൊക്കെ കുറവാ. അച്ഛൻ മരിച്ചോടെ അങ്ങനെ അമ്മ വിളക്ക് കത്തിക്കും. അമ്മ വിളക്ക് കത്തിച്ച് എന്തെങ്കിലും പറയും, ഞാനങ്ങോട്ട് നോക്കത്തതേ ഇല്ല. അവസാനം ഞാൻ ഈ അവിടുന്ന് കൊണ്ടുവന്ന് ഈ യേശുവിന്റെ പടമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് ഒട്ടിച്ചു വെക്കാന്ന് പറഞ്ഞു. അന്നേരം അമ്മ വഴക്ക് പറഞ്ഞു. ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് ഒരു പ്രാവശ്യം ഞാൻ കൊല്ലത്ത് ഒരു കൺവെൻഷൻ നടന്നു. അന്നേരം അവിടെ പോയിട്ട് വന്നപ്പം അവിടുന്ന് കുറെ ട്രാക്റ്റുകളൊക്കെ തന്നവര്. ട്രാക്റ്റുകൾ വന്നിട്ട് അവർ പറഞ്ഞു ഇനി അടുത്ത കൺവെൻഷൻ തുടങ്ങിയപ്പം പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു ഈ കൺവെൻഷന്റെ നോട്ടീസ് ഒക്കെ ഒരിടത്ത് കൊണ്ട് കൊടുക്കണം, നിങ്ങളുടെ ഇരുവരത്തൊക്കെ കൊണ്ട് കൊടുക്കണം, ട്രാക്റ്റുകളൊക്കെ കൊടുക്കണം. ട്രാക്റ്റ് കൊടുത്തിട്ട് അവരോട് യേശുവിനെ കുറിച്ച് പറയണം. പക്ഷെ കൂടെ വരാൻ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. കാരണം ഈ സ്ഥലത്തുനിന്ന് ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ പോകുന്നത്, കൊല്ലത്താ. അന്നേരം ഞാൻ അങ്ങനെ ഒരു ദിവസം ശനിയാഴ്ച അവധി ദിവസമല്ലേ, ശനിയാഴ്ച ഞാൻ രാവിലെ എന്റെ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചെന്ന് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഈ ട്രാക്ട് എല്ലാം പിറക്കിക്കെട്ടി ബാഗിനകത്ത് വെച്ചു. പിന്നെ കൺവെൻഷന്റെ നോട്ടീസും അതിന്റെ രജിസ്ട്രേഷൻ ഫോമും എല്ലാം എടുത്ത് വെച്ച് ഞാൻ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ട്രാക്ട് അങ്ങോട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു യേശു ജീവിക്കുന്ന ദൈവ, കത്തോലിക്കയുടെ വീടായിരുന്നു. ഞാൻ പറഞ്ഞു യേശു ജീവിക്കുന്ന ദൈവ, പിന്നെ ഇവിടെ കൺവെൻഷൻ നടക്കുന്നു, യേശു അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അന്നേരം അവര് പറഞ്ഞു ഇയാള് ഹിന്ദു അല്ലേ, ഇയാളെന്തിനാ ഇതൊക്കെ പറയാൻ നടക്കുന്നത്, യേശു ജീവിക്കുന്ന ദൈവമാണെന്നും എല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പള്ളിയിൽ അതൊക്കെ ഉള്ള, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, പള്ളിയിൽ നിന്ന് എല്ലാം കിട്ടുന്നുണ്ട്, അത് മതി. നിങ്ങൾ പിന്നെ ഇയാളുടെ അച്ഛൻ എല്ലാവരും അമ്പലത്തിൽ സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ആയിരുന്നു, പക്ഷെ എനിക്കിപ്പം ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത്. അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, അതിന് വിശ്വസിച്ചാൽ പോലെ, എന്തിനാ യേശുവിനെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അന്നേരം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ എനിക്ക് വിഷമം. പക്ഷെ ഞാൻ ഇത്രയും ഭയങ്കര സന്തോഷത്തോടെ ചെന്ന് ഞാൻ യേശു ദൈവം ഭയങ്കര ഞാൻ വിചാരിച്ചു അവർ കേൾക്കുമ്പോൾ അവർക്കും കൂടെ സന്തോഷമാകുന്നു. പക്ഷെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. ഓരോ ചില വീട്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ ഈ ട്രാക്ടറോട്ട് നിൽക്കുമ്പോൾ അവർ കഥ വലിച്ചം കിടക്കും. അവർ പറയുമ്പോൾ ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു കഥ കിടക്കും. അങ്ങനെ ഒത്തിരി വീട് ഏകദേശം ഒരു 12:30 ഉച്ച വരെ ഞാനിങ്ങനെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ചിലർ ട്രാക്ടർ വാങ്ങിക്കത്തതേ ഇല്ല, പലരും വാങ്ങിക്കുന്നില്ല. എന്നിട്ട് ഞാനും ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറയാം, യേശുവെ ആരും എന്റെ ഇന്ന് വാങ്ങിച്ചില്ലല്ലോ, ഇത് ഞാൻ ഒത്തിരി അങ്ങ് ആഗ്രഹിച്ച്
ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു ഇതെല്ലാം ഞാനൊന്ന് കൊടുത്തു തീർക്കുമെന്നും പറഞ്ഞുകൊണ്ട് വന്നേലും ഞാൻ ഇനി എങ്ങനെ നാണം കെട്ടിട്ട് അവിടെ ചെന്ന് കയറും, ഞാൻ സിസ്റ്റർ എന്തോ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചോണ്ട് അന്നേരം യേശു അപ്പ എന്റെ അടുത്ത് പറയാം, ഇല്ല പിന്നെ നമ്മള് എന്റെ കൂടെ നിന്റെ കൂടെ ഞാനും ഉണ്ടല്ലോ. നമ്മളൊരു വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോ കഥ വലിച്ചടിച്ചപ്പോ ഞാനും നിന്റെ കൂടെ ഉണ്ടല്ലോ. അന്നേരം എനിക്കൊരു ധൈര്യമായി, ഞാൻ എന്റെ കയ്യിൽ യേശു ഇപ്പം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഓരോ വീട്ടിൽ അവസാനം ഒരു വീട്ടിൽ ചെന്ന് കയറപ്പോ ഞാനത് ട്യൂഷൻ പഠിച്ച വീടായിരുന്നു കുഞ്ഞുനാളിൽ. അന്നേരം അവിടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മാമ്മ പറഞ്ഞു സുനിത കയറി ഇരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം ഈ ട്രാക്ട് കൊടുത്തു. ട്രാക്ട് കൊടുത്ത് അമ്മമ്മ ചോദിച്ചു എന്തോ പറ്റി നിനക്ക്? എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ അമ്മമ്മ വിശ്വസിക്കുന്നത്. ഇപ്പം പറഞ്ഞു ടീച്ചർ അവിടെ ഇല്ലായിരുന്നു, ടീച്ചറിന്റെ അമ്മയാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഞാനിപ്പോ യേശുവിനെ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു യേശു. അന്നേരം അമ്മമ്മ ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടത്, അയ്യോ നീ യേശുവിനെയാണോ വിശ്വസിക്കുന്നത്? നീ എന്റെ അച്ഛനാപ്പം ഭാഗവതമൊക്കെ വായിക്കുന്നില്ലായിരുന്നു, നിനക്കിപ്പോ അന്നേരം അതൊന്നും വിശ്വാസം? ഞാൻ പറഞ്ഞു ഇല്ല അമ്മമ്മ, എനിക്ക് അതൊക്കെ മാറി, ഞാനിപ്പോ യേശുവിനെ വിശ്വസിക്കുന്നു. യേശുവിനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു, യേശു എന്റെ പ്രാർത്ഥന കേൾക്കും, എന്നെ തൊടും. അപ്പഴത്തേക്ക് അമ്മാമ്മയ്ക്ക് അങ്ങ് വെപ്രാളം. യേശു യേശു ജീവിക്കുന്നോ, യേശു തൊടുകോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻസ് അമ്മാമ്മയാണ്. അന്നേരം പറഞ്ഞു മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു അമ്മമ്മ പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ അമ്മമ്മ ജനിച്ചു വളർന്നതല്ലേ അതിനകത്ത്, സ്വന്തമായിട്ട് ഇങ്ങനെ ഇത്രയും ജീവിക്കുന്ന ഒരു ദൈവം ഒക്കെയാ. ഞാനൊക്കെ പിന്നല്ലേ വന്നത്, ഞാൻ എത്രയോ കാലങ്ങൾ അറിയാതിരുന്നു സത്യം. ഞാൻ കുഞ്ഞുനാളി വെറുതെ നടന്നു, കണ്ടെടുത്ത് ഒന്നും തിരിഞ്ഞു നോക്കാത്തടത്തൊക്കെ നടന്നു. പക്ഷെ ഞാൻ എത്രയോ വർഷങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മമ്മ എന്റെ ട്രാക്ടറി വാങ്ങിച്ചു, ആ കൺവെൻഷന്റെ നോട്ടീസും ആ ഒരു രജിസ്ട്രേഷൻ ഫോമും ഒക്കെ വാങ്ങിച്ചു. ബാക്കി 30 ഇരിപ്പുണ്ട്. 29 30 തന്നെ, 29 ഇരിപ്പുണ്ട്. 12:30 1 മണിയായി. നീ മനസ്സിലായി, ഒരിടവും എന്നെ കേട്ടത്തില്ല. ഞാൻ ഈ തിരിച്ചു പോരും. തിരിച്ചു വന്ന് അമ്മയുടെ അടുത്ത് പറയാൻ പറ്റും, ഇത് അമ്മയുടെ അടുത്ത് വിഷമമൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മ പറയും നിനക്ക് അങ്ങനെ തന്നെ വേണം, ക്രിസ്ത്യൻസിന്റെ അതിന് പോയേന്ന്. അങ്ങനെ ഞാൻ എളുപ്പം വന്ന് എനിക്കൊന്ന് സങ്കടം വിങ്ങിപ്പൊട്ടിയാ ഞാൻ ഓടി വീട്ടിലോട്ട് വന്ന് കയറുന്നത്. അന്നേരം അമ്മ ചോദിച്ചു നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നല്ല കഴിഞ്ഞു. ഓടി വന്ന് റൂമിനകത്ത് കയറി കഥ കടച്ച് ബൈബിൾ എടുത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ നിന്റെ കൂടല്ലേ വന്നത്, എന്നിട്ട് നീ എന്തിനാ അവരെല്ലാരും എന്നെ എന്തെല്ലാം നിന്ദകളാ പറഞ്ഞത്, എല്ലാരും എന്നെ തള്ളിക്കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കരയാൻ തുടങ്ങി. അന്നേരം ബൈബിള് തുറന്ന് വായിക്കാനാണ്. ബൈബിള് തുറന്ന് ഞാൻ വായിച്ചപ്പം എനിക്ക് കിട്ടിയത് സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ, പക്ഷെ നാശത്തിലേക്കുള്ള വാതില് വിശാലവാ. അതുകൊണ്ട് ഇത് ഇങ്ങനെ പോകുമ്പോൾ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും എല്ലാം നല്ലതായിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിക്കരുത്. അങ്ങനൊക്കെ ദൈവം എന്നോട് സംസാരിക്കുന്നടിക്കും, നല്ലതായിട്ട് എല്ലാം വിശാലമായിട്ട് അങ്ങനെ പോകത്തില്ല. ഇതിനകത്ത് ഇടുക്കവും ഞെരുക്കവും, പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കും. അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസമായി ഞാനങ്ങ്, എന്നാലും എന്റെ മനസ്സിലൊരു നാണക്കേട്, ഈ 29 ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കണ്ടേ, ആരും ഇത് വാങ്ങിച്ചില്ലെന്നൊക്കെ ഞാൻ എങ്ങനെ ആ സിസ്റ്ററോട് പറയും. ഞാൻ അവിടെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നതാണ്. അന്നേരം പിറ്റേ ദിവസം ആയപ്പോ എന്നാലും രാവിലെ എഴുന്നേറ്റ് പോകാന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥനയ്ക്ക് പോകാന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇരിക്കൊണ്ടിരുന്നപ്പം ഞാൻ ആ പോയ അമ്മച്ചിയുടെ വീട്ടിലെ ആ ടീച്ചർ എന്റെ അടുത്ത് വന്നു. രാവിലെ ഒരു 8:30 ആയി കാണും. എനിക്ക് 9:30 കൺവെൻഷന് പോകണം. വന്ന് ടീച്ചർ പറഞ്ഞു സുധേ, പിന്നെ ഇന്നലെ വീട്ടിൽ വന്നായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു ആ വന്നായിരുന്നു ടീച്ചറെ, അമ്മച്ചി ഒരെണ്ണം എടുത്തായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതല്ല മോളെ, പള്ളിയിലുള്ള നോട്ടീസ് രജിസ്ട്രേഷൻ ഫോം എല്ലാം തീർന്നു പോയി. അന്നേരം 29 വേണം. എനിക്ക് 10-29 പേര് ഫാമിലിക്ക് പോവാനുള്ളതാ കൺവെൻഷന്. അവർക്ക് പക്ഷേ രജിസ്ട്രേഷൻ ഫോം, ഞാൻ പറഞ്ഞു ഞാൻ എല്ലായിടവും കൊണ്ട് നടന്നു, പള്ളിയിലുണ്ടെന്ന് വിചാരിച്ച് അവര് വാങ്ങിക്കാനുണ്ട്, പക്ഷെ പള്ളിയിലുള്ളതെല്ലാം തീർന്നു പോയി. ഇനിയിപ്പോ അവർക്ക് വേണം. നമ്മൾ എന്റെ കയ്യിൽ ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സിസ്റ്റർ എനിക്കറിയത്തില്ല എന്തോ സന്തോഷമാ. ദൈവം അങ്ങ് കരഞ്ഞ് തലേ ദിവസം കരഞ്ഞ് ഞാൻ പരാതി പറഞ്ഞ് എനിക്ക് എന്റെ അപ്പ എന്നെ എന്തുമാത്രം സ്നേഹിക്കും. ഞാൻ എളുപ്പം ആ നോട്ടീസ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സന്തോഷമായി ടീച്ചറെ, ഞാനിത് എങ്ങനെ സിസ്റ്ററിന്റെ കൈ കൊണ്ട് കൊടുക്കുമെന്ന് വിചാരിച്ചങ്ങ് വിഷമിച്ചിരുന്നതാ. ടീച്ചറിന്റെ സന്തോഷം അത് കേട്ടപ്പോ മൊത്തം മാറ്റി അവര് വാങ്ങിച്ചു. ആ 30 രസീത് കുറ്റി മാത്രമേ ഉള്ളായിരുന്നു എന്റെ. ഞാനത് സിസ്റ്ററിന്റെ കൊണ്ട് കൊടുത്തു. ഭയങ്കര സന്തോഷം. ഞാൻ ആ സിസ്റ്ററിനോട് ആ സാക്ഷ്യവും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേ കണക്ക് ദൈവം എന്നെ ഭയങ്കര അത്ഭുതകരമായിട്ട് എന്റെ കണ്ണുനീര് മാറ്റിക്കളഞ്ഞത്. ഞാനങ്ങ് നാണം കെട്ട് എങ്ങനെ ഇവിടെ സിസ്റ്ററിന്റെ മുഖത്ത് നോക്കും. സിസ്റ്റർ പറഞ്ഞു അത് സാരമില്ല. ഞാൻ പറഞ്ഞു എന്നാലും എനിക്കൊരു നാണക്കേടായിരുന്നു, ഞാൻ എങ്ങനെ വരുമെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്നതായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഒരു സഹോദരൻ നമ്മുടെ വീട്ടിൽ വന്നു. എനിക്കറിയത്തില്ല അത് ആരാണെന്ന്. ഞാനൊരു ബുക്കിനകത്ത് ഒരു സാക്ഷ്യം എഴുതിയത് കണ്ടുകൊണ്ട് ആ ബുക്കും കൊണ്ട് വന്നത്. ആ ബുക്കിനകത്ത് ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വസ്തു വിൽക്കാതെ കിടന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ആ വസ്തു വിൽപ്പനയായെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം ഇട്ടു. എന്നിട്ട് പുള്ളി വീട്ടിൽ വന്നേച്ച് അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ച് എന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഇന്നലെ ഞങ്ങളുടെ ഫ്രണ്ടില് ഹാളിൽ മൊത്തം പടങ്ങൾ ഇരിപ്പുണ്ട് ദൈവങ്ങളെ. അന്നേരം പറഞ്ഞ് ഈ പടങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് സുന്ദ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. അമ്മ ഒരു മാസത്തിനകം മരിച്ചു പോകുന്നതായിട്ട് ഞാൻ ദർശനം കാണുന്നു.
അമ്മ അത് കേട്ടപ്പോ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അന്നേരം അമ്മ പറഞ്ഞു, അയ്യോ എന്നിട്ട് പറഞ്ഞു ഞാനും കൂടെ മരിച്ചു പോയ പിന്നെ ഇവക്ക് ആരുണ്ട്? അന്നേരം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മ എന്റെ കൂടെ പ്രാർത്ഥനിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ പടങ്ങളെല്ലാം അങ്ങ് എടുത്ത് കളയട്ടെ എന്ന്. യേശുവിനെ മാത്രം മതി, എന്തിനാ വെറുതെ അമ്മ മരിച്ചു വന്നിട്ട് പിന്നെ എന്തോ ചെയ്യാൻ ഈ പടങ്ങൾ വെച്ചുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതെല്ലാം കളയാന്ന് പറഞ്ഞു. അന്നേരം അമ്മ പോയി കട്ടിലേലങ്ങ് കിടന്നു. അമ്മ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, എന്തെല്ലാം ദോഷങ്ങളാ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, അമ്മ ഒരു ദോഷവും വരത്തില്ല, അമ്മ ദോഷം വരുന്നത് എന്റെ പുറത്ത് വന്നോട്ടെ, ഒന്നും വരുന്നില്ല, അമ്മ നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അന്നേരം അമ്മ ഒന്ന് പകുതി ഒന്ന് മൂടി. അത് കാത്തിരുന്നതാ. ഞാൻ ഓടിച്ചെന്ന് ഞാൻ എല്ലാം കൂടെ ഞാൻ അന്ന് വരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് പട്ടും മറ്റേതും എല്ലാം മൂടി വെച്ചിരുന്ന എല്ലാം കൂടെ ഞാൻ ആ സ്റ്റാൻഡിനകത്ത് നിന്ന് മൊത്തം തൂത്തുവാരി പിന്നെ കൊണ്ടുവന്ന് ഞാനങ്ങ് കളഞ്ഞു, ബാക്ക് സൈഡിലോട്ട് കളഞ്ഞു. അന്നേരം അമ്മയാണെങ്കിൽ പറഞ്ഞു, യോ ഇനി എന്തെല്ലാം ദോഷങ്ങളാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നും വരത്തില്ലമ്മ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന വിളക്കുകളെല്ലാം ഞാൻ ഒരു ചാക്കിനകത്ത് കെട്ടി ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കൊടുത്തിട്ട് പാത്രം മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലത്ത് പോയപ്പോ ഞങ്ങൾ അത് കൊടുത്ത് പാത്രം വാങ്ങിച്ചു. അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. അമ്മ വിചാരിച്ച് എന്തോ ചെയ്യും ഈ പെണ്ണ് ഇങ്ങനൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അന്നേരം അമ്മയടുത്ത് പറയും, അമ്മയ്ക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഈ ബൈബിളിൽ നിന്ന് എടുത്തങ്ങ് പറയും. പറഞ്ഞിങ്ങനെ ഇരിക്കും. ഞാൻ അവസാനം അച്ഛന്റെ ആണ്ട് വന്നു. അന്നേരം ഞാൻ ഇങ്ങനെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഹാളിന്റെ സ്ഥലങ്ങളും എല്ലാ മുറികളിലും ഞാൻ കൊണ്ടുവന്ന് വചനവും യേശുവിന്റെ പടങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് മുട്ടിക്കാൻ തുടങ്ങി. അന്നേരം അമ്മ ചോദിച്ചു, ഇതെന്തോ ഇത് നീ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതിനെന്ത് യേശുവിന്റെ പടമല്ലേ ഒട്ടിക്കുന്നത്, വചനമല്ലേ, അതെന്ത് കാണുന്ന തെറ്റൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അമ്മ ഒന്നും മിണ്ടാതില്ല, അമ്മ അല്ലേ ബൈബിൾ വായിക്കുന്നു. അന്നേരം അമ്മ പറഞ്ഞു, നീ വെറുതെ ക്രിസ്ത്യാനിയാടാന്നൊക്കെ അവര് പറയുന്നത് കേട്ടുകൊണ്ട് നടക്കരുതെന്നൊക്കെ പറയാം. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പം അങ്ങനെ ഇരുന്നപ്പം അച്ഛന്റെ ആണ്ട് വന്നു. 2-3 വർഷമായി അച്ഛന്റെ ആണ്ടായി. അച്ഛന്റെ ആണ്ടായപ്പോ ആൾക്കാരെല്ലാം കൂടി, ഇവിടെ സ്വന്തക്കാരെല്ലാം. അന്നേരം ഈ ഈ ഒരു സമയത്താ ഇതെല്ലാം പടങ്ങൾ മാറ്റിയും ഇത് ചെയ്യുന്നത്. അന്നേരം അച്ഛന്റെ ആണ്ടിന്റെ അന്ന് വായനയുണ്ട്, ഭാഗവത വായനയുണ്ട്. ഭാഗവത വായനയ്ക്ക് വിളക്കൊന്നും ഇല്ല ഇവിടെ കത്തിക്കാൻ. അന്നേരം അവരൊക്കെ വന്നപ്പം വിളക്കില്ല. അന്നേരം അമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്ങാണ്ട് എന്നിട്ട് നിലവിളക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് കത്തിച്ചു. അമ്മയ്ക്കങ്ങ് ഭയങ്കര വിഷമമായി. അന്നേരം ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അന്നേരം ഈ വായനയും ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവരെല്ലാം ഉണ്ട്, ഈ വായിക്കുന്നവരൊക്കെ അങ്ങ് പോയി. 12:30-1 മണിയായപ്പോ അവരങ്ങ് പോയി. അന്നേരം പിന്നെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അന്നേരം ഇവരെല്ലാരും കൂടി ഇങ്ങനെ വെളിയിൽ കൂടി ഇരുന്ന് വർത്താനം പറയും. അമ്മയും ഉണ്ട്, ഞാനും ഉണ്ട്. അന്നേരം ഇവരൊക്കെ ചോദിച്ച്, അല്ല ഇവിടെ ഈ പടങ്ങളൊക്കെ എന്ത് ഇവിടെ ഇരുന്നേ? അന്നേരം അമ്മയൊന്നും വേണ്ടിയില്ല. അന്നേരം ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ അങ്ങെടുത്ത് മാറ്റിയിരുന്നു. പിന്നെ ഇവിടൊക്കെ യേശുവിന്റെ പടമൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഈ ബൈബിളിലെ വാക്യങ്ങളൊക്കെ, നിങ്ങളെന്ത് ക്രിസ്ത്യനായോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ക്രിസ്ത്യനാവണമെന്നൊന്നും ഇല്ല, യേശുവിന്റെ വചനങ്ങൾ ഒട്ടിക്കുന്നതിനും യേശുവിന്റെ പടം വെക്കുന്നതിനും ക്രിസ്ത്യനാവണമെന്നൊന്നും ഇല്ല. കാരണം യേശു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ജനിച്ചു എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഭൂമിയിലുള്ള സകല ജാതികൾക്കും വേണ്ടി, സകല ജാതികളുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശു ജനിച്ചത്. അതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. അന്നേരം അവർക്കൊക്കെ ഭയങ്കര, അവർക്ക് ഇങ്ങനെ വായും തുറന്ന്, ഈ ഒന്നും മിണ്ടാത്തില്ലായിരുന്നല്ലോ നീ, ഇത്രയൊക്കെ സംസാരിക്കാനൊക്കെ പഠിച്ചു പോയത്. ഞാൻ പറഞ്ഞു, ദൈവം അതിനൊക്കെ വഴിയൊരുക്കുക. മറ്റേത് നിങ്ങളൊക്കെ വരുമ്പോ ഞാൻ അകത്ത് കയറി കഥോടെ ചിരിക്കില്ലായിരുന്നോ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുമ്പിലെ നിർത്തിയത് ദൈവമാ എന്ന് പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞ്, അവസാനം അവർക്ക് തർക്കിച്ച് ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ളതായപ്പം അമ്മ ചിരിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ മിണ്ടാത്ത ഞാനിങ്ങനൊക്കെ മിണ്ടുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. അന്നേരം ഇങ്ങനെ ഞാനിങ്ങനെ ജയിച്ചിരുന്നപ്പോ അവർ അമ്മയുടെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് അവർ പറഞ്ഞു, നോക്കിക്കോ ഈ കൊച്ചു ക്രിസ്ത്യാനി ആയത് തന്നെ കേട്ടോ. പിന്നെ കുഞ്ഞമ്മ നോക്കിക്കോ, ഇതിന് ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് ആലോചിച്ചോ കല്യാണം നടത്തിക്കോ, അല്ലാതെ ഒരു ഹിന്ദു ചെറുക്കനും വന്ന് കല്യാണം കഴിക്കത്തില്ല. പിന്നെ ഈ പിന്നെ ഈ ക്രിസ്ത്യാനി ചെറുക്കന്മാരെ വല്ലവരുമായിട്ടും വല്ല സ്നേഹിച്ചെങ്ങണം കല്യാണം കഴിക്കുക. ഞാൻ പറഞ്ഞു, അങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാരണം ഈ ബൈബിളിലുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന പൂർണ്ണതയുള്ള സ്നേഹമാണ്. അല്പമായിട്ട് എംഡി കുറഞ്ഞ് നിൽക്കുന്ന സ്നേഹമല്ല. ആ സ്നേഹം ഉണ്ടെങ്കിൽ ആ മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ പോകുന്നത്. എനിക്ക് ഒരു ക്രിസ്ത്യാനി ചെറുക്കന്റെ ആവശ്യമില്ല, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു, ഇതെന്തുവാ ഇത്? അമ്മയുടെ ചോദിച്ചു, ഇതെന്തുവാ ഞങ്ങൾ ഈ കാണുന്നത്? അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഈ കൊച്ചി ഈ പരുവത്തിലൊക്കെ ആക്കിയില്ലേ? നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ, നിങ്ങൾക്ക് ചുണയില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ അവളിങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്ന പ്രാർത്ഥനയ്ക്ക് ഇതിപ്പോ അതായി കഴിഞ്ഞത്. ഇത് നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എണ്ണി വെച്ചോ, ക്രിസ്ത്യൻ കല്യാണം നടക്കത്തില്ല വെച്ചിട്ട്. ഈ ഇതൊന്നും വന്ന് കണ്ടും കൊണ്ട് ആരും കല്യാണം കഴിക്കത്തില്ല ഒരു ചെറുക്കൻ. പിന്നെ ക്രിസ്ത്യൻസിനെ നോക്കണം. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻസിനെ നോക്കേണ്ട കാര്യമില്ല, ദൈവം തന്നെ കരുതിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അത് അന്നേരം അമ്മ ഇരുന്ന് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവരെല്ലാരും അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞ് പോയി. അവര് പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് പോയി, കാണാമെന്ന്, കല്യാണം എങ്ങനെ നടക്കുമെന്ന്. അന്നേരം അതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ വെറുതെ ഇരുന്ന് കരയണ്ട, അമ്മ എന്റെ കൂടെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വാ. അവിടെ ഒരു ഗ്രൂപ്പിൽ എല്ലാരും ഇരുന്ന് പ്രാർത്ഥിക്കും, യേശുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കും. അന്നേരം നമുക്ക് പ്രാർത്ഥിക്കാം. അന്നേരം അമ്മ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ എന്തോ ചെയ്യും, അച്ഛനും ഇല്ല, ഞാൻ ആരുടെ അടുത്ത് പറയും.
ഞാൻ പറഞ്ഞു യേശു എന്റെ കാര്യം നോക്കിക്കോളും. ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതാ. യേശു എന്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പതുക്കെ പറഞ്ഞെങ്കിൽ വരാന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ അവിടെ വന്നു. ഇതെല്ലാം ഡിസംബർ 12 എന്റെ അച്ഛന്റെ ആണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം അമ്മ എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നു അവിടെ. അന്നേരം അവിടെ ഒരു അങ്കിള് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ വിഷമം എന്നൊക്കെ ചോദിച്ചു. അമ്മ ഭയങ്കര കരയുന്ന മട്ടില്ല വന്നത്. കാരണം അവരെല്ലാരും കൂടെ കേൾപ്പിച്ചു കൊടുത്ത മുറിവുകളൊക്കെ ആയിട്ടാ വന്നത്. അന്നേരം ആ അങ്കിള് പറഞ്ഞ് വിഷമിക്കണ്ട, സുനിതയുടെ കാര്യം ദൈവം നോക്കിക്കോളും, ദൈവം കല്യാണം നടത്തിക്കോളും. പിന്നെ അമ്മയ്ക്ക് മോനെ പോലെ തന്നെ രണ്ട് പെൺകുട്ടികളല്ലേ, മോനെ പോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു മകനെ തന്നെ ദൈവം കൊണ്ടുതരും എന്ന് പറഞ്ഞു. അന്നേരം അമ്മയ്ക്ക് ഒരു ആശ്വാസമായി. അവിടെ നിന്ന് വന്നപ്പോ ഒരിത്തിരി ആശ്വാസമായി. എങ്കിലും ഇവിടെ വന്ന് അടുത്ത 2-3-4 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കല്യാണാലോചന വന്നു. ഇപ്പം ഉള്ള ഹസ്ബൻഡിന്റെ കല്യാണാലോചന. ദൈവം ഭയങ്കര അതിശയട്ടോ. ഞാൻ ആൾക്കാരുടെ ഒന്നും മുമ്പിൽ കരയാറില്ല. മനുഷ്യരുടെ മുമ്പിൽ കരയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കതകടച്ചിരുന്ന് ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഈ ഇവര് പറഞ്ഞ വാക്കുകളും ഇതെല്ലാം. ഇവരെല്ലാരും എന്നെ എന്തെല്ലാം പറഞ്ഞ്, അമ്മ എന്തെല്ലാം പറഞ്ഞ്, ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനോ നിൽക്കാനോ ആരില്ല. പക്ഷെ ആ സമയത്ത് ദൈവം എന്റെ വായിൽ തന്നതെല്ലാം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അവരുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് കരുതും, അത്രയൊക്കെ ഞാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ പുള്ളിയുടെ കല്യാണാലോചന വന്നു. പക്ഷെ ആരും ഒന്നും ചോദിച്ചില്ല. അവിടെ എല്ലാം യേശുവിന്റെ പടങ്ങൾ എല്ലായിടവും കണ്ടിട്ടും അവരാരും ഒന്നും ചോദിച്ചില്ല. വചനങ്ങൾ എഴുതി വെച്ചേക്കുന്ന കണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ആ കല്യാണാലോചന മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. തൊട്ടടുത്ത ദിവസം തന്നെ 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറെ ആൾക്കാരെല്ലാം കൂടെ വന്നു. അമ്മയും സഹോദരിമാരും എല്ലാവരും കൂടെ ഒക്കെ വന്നു. അന്നേരം എല്ലായിടവും ഉണ്ണുന്ന റൂമിൽ വരെ ഇങ്ങനെ കണ്ടപ്പം അമ്മ ചോദിച്ചു, ഇവിടെ എല്ലായിടവും യേശുവിന്റെ പടങ്ങളൊക്കെ ആണല്ലോ വെച്ചേക്കുന്നത്. എല്ലാരും ചിരിച്ചത്രേ ഉള്ളൂ. ആരും ഒന്നും പറഞ്ഞില്ല. ഞാനും ഒന്നും പറയാൻ പോയില്ല. എന്താണെന്ന് അവര് ചോദിച്ചില്ല. ആണല്ലോ എന്ന് പറഞ്ഞ് അവര് ചിരിച്ചു. അന്നേരം അങ്ങനെ പോയി. പെട്ടെന്ന് എന്റെ കല്യാണം അങ്ങായി. ഡിസംബർ 12 ഈ ഒരു കമ്മിറ്റി കൂടി പറഞ്ഞു കഴിഞ്ഞ് ജനുവരിയിൽ എന്റെ കല്യാണം ആവുക. അന്നേരം ജനുവരി 19 എന്റെ കല്യാണം. അന്നേരം അടുത്ത സ്റ്റെപ്പ് അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരാനും ഒന്നും വയ്യ. ഈ ഇത്ര കുറച്ച് ദിവസം വന്ന് കാര്യം സാധിച്ചു കഴിഞ്ഞപ്പം അമ്മ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും പറയും കല്യാണ തിരക്കാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് അങ്ങ് വിട്ടു. അന്നേരം അടുത്ത എല്ലാരും കൂടെ കൂടി ആലോചിച്ച് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്ന പരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ വേറെ വല്ലവരെയും പെണ്ണിനെ തിരക്കേണ്ടി വരും. ഞാൻ എന്തായാലും കാണത്തില്ല. ഇത് മാറിപ്പോയാലും ഞാൻ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കും. അന്നേരം അമ്പലത്തിൽ ഞാൻ പോവാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ദേഷ്യവാ. അന്നേരം അതുകൊണ്ട് അങ്ങനെ വെച്ച് നടത്തണമെന്ന് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഡിറ്റോറിയം കണ്ടുപിടിച്ചോളാം പറഞ്ഞു. അങ്ങനെ എന്തായാലും എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഓഡിറ്റോറിയം ഒക്കെ കണ്ടുപിടിച്ച് കല്യാണം. അന്നേരം പിന്നെ അടുത്ത വെല്ലുവിളി, അടുത്ത സ്റ്റെപ്പ് എല്ലാരും എന്നോട് വെല്ലുവിളിച്ചിരുന്ന നീ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോ നീ ഇതെല്ലാം വിട്ടുപോകും. ഞാൻ പറഞ്ഞു ഒരിക്കലും വിടത്തില്ല. എന്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞെങ്കിൽ, ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞു, ഈ സ്നേഹം ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും വിട്ടുപോകത്തില്ല. കാരണം അടിസ്ഥാനം ഇട്ടത് യേശു ക്രിസ്തുവാ. ആ കല്ലിന്റെ മേൽ വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ ബന്ധം പിരിയത്തതേ ഉള്ളു, അങ്ങനൊന്നും ആരെയും ആക്കാനൊന്നും നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാരും കുറെയൊക്കെ ഉപദേശിച്ചില്ല. എല്ലാരും പ്രത്യേകം വിളിച്ചു നിർത്തി എന്നെ ഉപദേശിച്ചു. അങ്ങനെ ചെറുക്കന്റെ വീട്ടിൽ ചെന്നാ നീ യേശുവിന്റെ കാര്യം പറയരുത്. ഞാൻ പറഞ്ഞു കള്ളന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് എനിക്ക് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് നാണക്കേടാ. ഞാൻ പറഞ്ഞു ഞാൻ നാണിക്കത്തില്ല, ഞാൻ എന്റെ യേശുവിനെ പ്രതി നാണിക്കത്തില്ല. അത് കാരണം ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, എന്നെ പ്രതി ലജ്ജിച്ച നമ്മളെ പ്രതി ദൈവവും ലജ്ജിക്കും ആ വാനമേഘത്തിൽ വരുമ്പോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ എന്റെ ദൈവത്തെ പ്രതി ലജ്ജിക്കത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. എല്ലാവർക്കും ടെൻഷനായി. ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെയായിരിക്കും കാണിക്കുന്നത്, എത്ര ദിവസം ജീവിക്കും, അങ്ങനെയൊക്കെയുള്ള ടെൻഷനിൽ ഇരിക്കുക. കല്യാണമൊക്കെ നടന്നു. അന്ന് ഇന്നത്തെ കണക്ക് മൊബൈലോ വാട്സാപ്പ് ചാറ്റിങ്ങോ ഒന്നുമില്ല. ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടും ഒന്നുമില്ല. പേര് ചോദിച്ചത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കല്യാണത്തിന് പോകുന്ന വഴിക്ക് തന്നെ കുടിവെക്കാനുള്ള സമയത്തിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്നേരം പുള്ളി എന്നെ കൊണ്ടുപോയത് ഒരു അമ്പലത്തിലായിരുന്നു. അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പക്ഷെ വാതിലടച്ചിരുന്നു. ഞാൻ പുറത്ത് നിന്നേരം ഞാൻ അന്നേരം എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഒന്നും പറഞ്ഞതും ഇല്ല. ഞാൻ എങ്ങനെ ഇത് പറയും, ഞാൻ അമ്പലത്തിൽ പോകത്തില്ലാന്നും. ഞാൻ പിന്നെ അവിടെ ചെന്ന് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പായേ എന്നെ ഇനി ഒത്തിരി ഒന്നും അങ്ങനൊന്നും കൊണ്ടുപോകരുതേ എന്നെ. എനിക്ക് ഇത് അല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഇത് ജീവനില്ല, എന്റെ ദൈവം ഇതല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞു എനിക്ക് അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ പോരുന്നു. എന്നിട്ട് അന്നായപ്പം രാത്രിയൊക്കെ ആയപ്പോ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അമ്പലത്തിലൊന്നും പോവാറില്ല കേട്ടോ, ഞാൻ യേശുവിനെയാ വിശ്വസിക്കുന്നത്. അമ്പലത്തിൽ പോവാറില്ലെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു ഞാനും അമ്പലത്തിലൊന്നും പോവാറില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെയാ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. ആ യേശുവിനെ ആരെ വേണേലും വിശ്വസിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം എനിക്ക് യേശുവിനെ ഇഷ്ടമെന്നൊക്കെ മനസ്സിലായി. അന്നേരം പിറ്റേന്ന് രാവിലെ ആയപ്പം യേശുവിന്റെ പാട്ട് ഇട്ടു. അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ പുള്ളി ഗൾഫിലായിരുന്നു. അന്നേരം
ആ കൂട്ടുകാരോ കൊടുത്ത ഒരു കാസറ്റിനകത്ത് ഈ കൂടിയായിലെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പാട്ടുകളുണ്ടായിരുന്നു. അന്നേരം ആ കാസറ്റ് ഇട്ടു. അന്നേരം ഞാനാണെങ്കിൽ ചെന്ന് പറഞ്ഞു, പിന്നെ ഇന്ന് അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും നൻപിരുന്ന് വരുന്ന ദിവസമാ. എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ട്. അവര് അതൊന്നും ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞില്ല. അവിടുന്ന് വീട്ടുകാരൊക്കെ വരുമ്പോഴേ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ യേശുവിനെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പം പിന്നെ നീ യേശുവിനെ ഇഷ്ടമാന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോ നീ മാറിക്കോളും. അതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ യേശു ഇവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് ആ പാട്ടൊന്ന് ഇടണേ എന്ന് പറഞ്ഞു. പുള്ളി ആദ്യമായിട്ട് പുള്ളി പറഞ്ഞു ശരി ഇട്ടേക്കാന്ന് പറഞ്ഞു. അന്നേരം കുറച്ച് ഒരു 10-11 മണിയായപ്പോൾ എല്ലാരും വരുന്നു. എല്ലാരും ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാൻ നോക്കിയപ്പം എന്നെ കുറ്റം പറഞ്ഞ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ മീറ്റിങ്ങിൽ കൂടിയിരുന്നവരെല്ലാം വരുന്നു. എന്റെ നേരെ പറയാനായിട്ട് വരുവാ, അയ്യോ നിന്നെ കല്യാണം കഴിച്ച് ഹിന്ദു ആചാരപ്രകാരം വിട്ടു, ഇനി അങ്ങനെ അങ്ങ് ജീവിക്കും. ഈ വീട്ടിലും ഉണ്ട് എല്ലാം കേട്ടോ, വിഗ്രഹങ്ങളെല്ലാം. അന്നേരം അങ്ങനെ അങ്ങ് വിട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വരുവാ. അന്നേരം ഞാൻ ആ പുള്ളിയെടുത്ത് ഓടിച്ചെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ആ പാട്ടിടേന്ന് പറഞ്ഞു. പുള്ളി അത് ഇട്ടു. അന്നേരം ഈ പാട്ട് ഇങ്ങനെ വീട്ടിൽ ഉറക്കെ കേൾക്കുക. അന്നേരം ഞാൻ ഓടി സന്തോഷമായിട്ട് അവരുടെ അടുത്തോട്ട് ചെന്ന് എന്റെ അപ്പച്ചിയും എന്റെ മാമി അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. ഞാൻ ഓടി ചെന്ന് അവരോട് പറഞ്ഞു, ദാ നോക്കിയേ, ദാ യേശു നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാരും എന്നോട് പറഞ്ഞില്ലേ യേശുവിനെ ഞാൻ അവിടെ വിട്ടിട്ട് പോകും. ഞാൻ വിട്ടിട്ടൊന്നും പോയില്ല. ഞാൻ ഇവിടെ വന്നെങ്കിൽ ഇവിടെ ഞാൻ എന്റെ യേശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ യേശു ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു, അവരന്നേരം ആ പുതിയ വീടൊക്കെ ആയിട്ട് അവര് പറഞ്ഞു കൊള്ളാം, നിന്റെ വിശ്വാസം തന്നെ തന്നെ നടക്കട്ടെ, വേറെ ആരെയും നീ ആക്കാനൊന്നും നോക്കരുത് എന്ന് പറഞ്ഞു. നീ വേണേ വിശ്വസിക്കാൻ സമ്മതിച്ചെങ്കിൽ വിശ്വസിച്ച, പക്ഷെ മറ്റുള്ളവരെ ഒന്നും ആക്കാൻ, ഈ വീട്ടുകാരെ ഒന്നും ആക്കാൻ നോക്കല്ലേ, അവരൊക്കെ ഹിന്ദുക്കളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ അന്നേരം ആവട്ടെ, ദൈവം എന്റെ കൂടെ ഉള്ള ആളിനെ എന്തായാലും നടത്തിക്കോളും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഞാൻ പതുക്കെ പതുക്കെ എന്റെ പ്രാർത്ഥനകളൊക്കെ ബാത്റൂമിനകത്ത് എനിക്ക് പൊതുവായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതായി. ഞാൻ അമ്പലത്തിലൊക്കെ വിളിക്കുമ്പോ ഞാൻ അങ്ങനെ അവരോട് എതിർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഒഴിവ് പറഞ്ഞ് പോകും. ദൂരെ പുള്ളി പറയും വേണ്ട കൊണ്ടുപോണ്ട, ഞങ്ങൾ വേറെടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യമൊക്കെ എന്റെ സൈഡിൽ നിന്ന് പക്ഷെ ദൂരെ ഒക്കെ പോകുമ്പോൾ ഗുരുവായൂര് അങ്ങനെയൊക്കെ കുറച്ച് ദിവസത്തിൽ ടൂറിനൊക്കെ പോകുമ്പോ ഇവരൊക്കെ ഈ അമ്പലത്തിൽ ചെന്ന് കയറി ഇങ്ങനൊക്കെ അവര് ഭയങ്കരമായിട്ട് ഭക്തിയൊക്കെ ആണെങ്കിൽ എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്റെ മനസ്സിൽ അതൊക്കെ ഭയങ്കര ഭാരമായിട്ട് ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റ് കണക്ക് എന്റെ മനസ്സിലങ്ങ് കൊള്ളാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വിഷമമായിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് അന്നേരം പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂമിൽ വന്നു ഞാൻ പൈപ്പ് തുറന്നു വിട്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പായെ എനിക്ക് എനിക്ക് അങ്ങേ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല, എന്റെ യേശുവിനെ കൂടാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയധികം കുറവുകളുണ്ട് എനിക്ക്. കാരണം എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, മറ്റുള്ളവരെ ഒന്ന് ഫേസ് ചെയ്യാൻ, അവരോട് ഒന്നും പറയാൻ ഒന്നും പറ്റത്തില്ല. എന്റെ ദൈവമല്ലേ എന്നെ ആ വിഷമങ്ങളിൽ നിന്നൊക്കെ മാറ്റി തന്നത്. അതുകൊണ്ട് എനിക്ക് തന്നെ അങ്ങേ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറെ ഒന്നിനെയും ദൈവമായിട്ട് വേണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറെ ഞാൻ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ഒരു എങ്ങനെങ്കിലും ഹസ്ബൻഡ് വിശ്വാസത്തിൽ വരണം. കാര്യം ഒരു കുഞ്ഞുണ്ടാവുന്നത് അങ്ങനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി, അങ്ങനെങ്കിലും വിശ്വാസത്തിൽ വരണം. പുള്ളി അന്നേരം സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കി. അന്നേരം ഞാൻ വിചാരിച്ചു, എന്നിട്ട് ഞാൻ രാവിലെ അന്നേരം KP യോഹന്നാൻ ബ്രദറിന്റെ മെസ്സേജ് ഇട്ട് കൊടുക്കും, ഈ പിന്നെ മദ്യപിക്കരുത് അങ്ങനെയുള്ള ഇതൊക്കെ. അന്നേരം പുള്ളി കുറെ പ്രാവശ്യം എപ്പോഴും ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു നിന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ദേഷിച്ചു. അന്നേരം എനിക്കങ്ങ് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു നമ്മുടെ അമ്മയും അച്ഛനും കാണിച്ചു തരുന്നതാ നമ്മുടെ ദൈവം, മാതാപിതാ മൂന്ന് ദൈവം. പിന്നെ നീ എന്ത് പറയുന്നത്, യേശു ആദ്യമേ ദൈവം, ഒന്നാമത്തൊന്ന് അമ്മയും അച്ഛനേക്കാളും കൂടുതലാണ്. ഞാൻ പറഞ്ഞു അല്ല, അമ്മയും അച്ഛനേക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. അന്നേരം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു. അവര് തർക്കിച്ച്. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ 2 വർഷമായി. 2 വർഷമായിട്ടും കുട്ടികളൊന്നും ആയില്ല. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വന്നു. വയറുവേദന വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. ട്യൂബിനകത്ത് കുട്ടിയായി, യൂട്രസ് ഫൈബ്രോയിഡും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒന്നും പറ്റത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ അത്രയും സമയം നിക്കത്തോ ഇല്ല, കാരണം ബ്ലഡ് ഇതായിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അന്നേരം എല്ലാരും ആകെ അങ്ങ് വിഷമിച്ച്. എന്നിട്ട് ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അന്നേരം ചേച്ചി ആ ഡോക്ടറിനോടൊക്കെ ചെന്ന് പറഞ്ഞു, അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലായിരുന്നു, സുനിത യേശുവിനെ വിശ്വസിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അന്നേരം അവര് പറഞ്ഞു അതിനിപ്പോ നമ്മളെന്തോ ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ ചാപ്പലിൽ അവിടെ ഒരു ചാപ്പലുണ്ട്, ഇപ്പൊ ഒരു പ്രാർത്ഥിയിൽ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന അത്ര സമയം വെച്ച് നിക്കത്തില്ല, നമ്മളെ കഴിവിന്റെ പരമാവധി ചെയ്യാന്ന് പറഞ്ഞു. ഒരു ചേച്ചി പിന്നെ ഓടിച്ചെന്ന് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ് സുനിത യേശുവിനെ വിശ്വസിക്കുന്നതെന്ന് അറിയാവല്ലോ, അന്നേരം നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം, പിന്നെ സുഖമാക്കാം ബാന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ അമ്മയും വിളിച്ച് ഞാൻ അവർ ഇത്രയും 3 പേരും കൂടെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചു. രാത്രി 1 മണി സമയമായിരുന്നു. 1 മണിക്ക് ഓപ്പറേഷൻ തുടങ്ങി, ഏതാണ്ട് ഒരു 2:30 ആയപ്പോൾ തീർന്നു. യൂട്രസിൽ നിന്ന് മുഴയും എടുത്ത് ഈ ട്യൂബിനകത്ത് ഒരു ട്യൂബ് മാറ്റി.
അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേ കണക്ക് ഞാനിങ്ങനെ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ പിന്നെ പതുക്കെ ഇത്രയൊക്കെ വിഷമങ്ങൾ വന്നുകൊണ്ടൊക്കെ പുള്ളി എൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോട്ടയിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ തുടങ്ങി. 1, 2 പ്രാവശ്യമൊക്കെ വന്ന് അങ്ങനെ പതുക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുവായിരുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കെല്ലാം വരുവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ PG വർഗീസ് അങ്കിളിന്റെ ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങി. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്മ കൊണ്ടുത്തരും. അങ്ങനെ അതൊക്കെ വായിക്കാൻ തുടങ്ങി. അന്നേരം അത്ഭുതങ്ങളുടെ താക്കോൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ബുക്സ് വായിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അതിനോടങ്ങ് യേശുവിനെ അപ്പനെ പോലെ സ്നേഹിക്കാനും നമ്മള് മക്കളെങ്കിൽ നമ്മൾ അവകാശികളാ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ അടുത്ത് മാത്രം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി ഒത്തിരി സമയങ്ങളിരുന്ന് സംസാരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരമൊന്നും നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്താനോ നമ്മളെ ഉപദേശിക്കാനോ ഒന്നും ആരുമില്ല. ഈ ബൈബിളും PG അങ്കിളിന്റെ ബുക്കുകളും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൺവെൻഷന് പോകുന്നല്ലാതെ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുംബൈയിൽ എൻ്റെ അപ്പച്ചിയുടെ ഒരു മോളുണ്ടായിരുന്നു. അവരുടെ ഒരു കുഞ്ഞിന് സുഖമില്ലാതെ മെനിഞ്ചൈറ്റിസിന്റെ അസുഖം വന്ന് പെട്ടെന്ന് അത് മരിച്ചു പോകുമെന്നുള്ള ഒരു കണ്ടീഷൻ വന്നപ്പോൾ അതിനെ അവർ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ ഒരു പാസ്റ്റർ വിസിറ്റ് ചെയ്ത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ കണ്ടു. അവിടെ വെച്ച് ചേച്ചി ആ പാസ്റ്ററെ കണ്ട്. ചേച്ചി എന്റെ കാര്യം പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു ഞാനൊന്ന് വന്ന് കാണട്ടെ. അന്നേരം ചേച്ചി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പാസ്റ്റർ ഒന്നും കാണണ്ട, ഞങ്ങൾ അങ്ങനൊന്നും അതിലൊന്നും പോകത്തില്ല എന്നൊക്കെ. അന്നേരം ചേച്ചി പറഞ്ഞു എന്നാലും ഒന്ന് വന്ന് കാണട്ടെ. അങ്ങനെ പാസ്റ്റർ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കണ്ടിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോയി. എന്നിട്ട് പിന്നെ ഒരു ദിവസം ബോംബെയിൽ നിന്ന് വന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്റെ കുഞ്ഞിന് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ട് അവിടെ, ഒരു 3-4 ദിവസം ഉപവാസ പ്രാർത്ഥന, സുനിത ഒരു ദിവസം വരണേ, നമ്മുടെ ബന്ധുക്കളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അന്നേരം ഞാനാണെങ്കിൽ പറഞ്ഞു ശരി നമുക്ക് പോവാന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. അവര് ഒരുപാട് നാൾ കാത്തിരുന്നുണ്ടായ ഒരു കൊച്ചാ. അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രാർത്ഥിക്കാം, നമുക്ക് കൊച്ചു വന്നില്ലേലും വേണ്ടിയില്ല, നമുക്ക് ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് അവർ എത്രയോ 3 വയസ്സ് വരെ സ്നേഹിച്ച് വളർത്തി, എന്നിട്ട് അതിനെ വയ്യാതായതാ, അതിനെ രക്ഷപ്പെടണം, കാരണം ഡോക്ടേഴ്സ് എല്ലാം തെറ്റിയതാ, അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നത്. അന്നേരം അവിടെ ഒരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അന്നേരം എനിക്ക് അവിടെ ചെന്നപ്പം ഒരു വല്ലായ്മ കണക്ക് തോന്നി. കാരണം ഞാൻ പൊട്ടും എല്ലാം സ്വർണവും എല്ലാം ഇട്ടുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്നവര് ബന്ധുക്കളൊക്കെ അങ്ങനല്ല, പക്ഷെ ഭൂരിഭാഗം വരും അങ്ങനൊന്നും അല്ല. ഞാൻ അന്നേരം ബാക്കിൽ പോയിരുന്നത്. അന്നേരം ഫ്രണ്ടിൽ നിന്ന പാസ്റ്റർ പെട്ടെന്ന് നടന്ന് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞ പൊട്ടിട്ട സഹോദരി യേശു തൊടുന്നു എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈ വെച്ചു. പെട്ടെന്ന് ഒരു തീക്കോളം വന്ന് എന്റെ തലയിലൂടെ ഇടിച്ചിറങ്ങുന്നത് പോലെ ഒരു അനുഭവം. അതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഭയങ്കര ശക്തമായിട്ടൊരു അഗ്നിഗോളം വന്ന് എന്റെ തലയിൽ ഇടിച്ചിറങ്ങി. എന്റെ കണ്ണ് തുറക്കാൻ പറ്റിയില്ല. ഞാൻ എന്തൊക്കെയോ ഭാഷയിൽ കിടന്ന് സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നതൊന്നും അല്ല, എനിക്കിതിന് എന്തുവാ പറയുന്നതെന്നോ എന്റെ ചുണ്ടോ നാക്കോ ഒന്നും അല്ലാത്ത രീതിയിൽ എന്റെ കണ്ണ് തുറക്കാൻ പറ്റാതെ ഈ അഗ്നിഗോളം കിടന്ന് എന്റെ ചുറ്റിലും കിടന്ന് കറങ്ങുന്നത് പോലെ ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. അന്നേരം ആ പാസ്റ്റർ എന്നോട് പറയുക, ഒരു കുരുക്കിനിയിലെ പോലെ രാത്രിയാമങ്ങളിലൊക്കെ നീ ഇരുന്ന് നിലവിളിക്കുന്ന ഇതൊക്കെ ഞാൻ അറിയുന്നു, ഒരു തലമുറയെ കാണാതെ. നീ ഇന്ന് ദൈവസന്നിധിയിൽ ഹന്നായെ പോലെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ദൈവം ചില നന്മകളെയൊക്കെ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് ഞാന് ഞാന് രാത്രിയിൽ കരയുന്നതൊന്നും വേറെ ആർക്കും എന്റെ കൂടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല. അത് ദൈവം അറിഞ്ഞല്ലോ. ഇതെല്ലാം എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ബൈബിൾ തുറന്ന് നോക്കി ഹന്ന എങ്ങനെ പ്രാർത്ഥിച്ചത്. അന്നേരം ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയില് ദൈവമേ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞ്, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ എന്നിട്ട് വീട്ടിൽ വന്ന ഉടനെ ഞാൻ സ്വർണ്ണം എല്ലാം ഊരി മാറ്റിയപ്പോ അതെല്ലാം ഞാൻ വേസ്റ്റ് ആണ് ഇട്ടേക്കുന്നത്. ദൈവം എന്റെ ഉള്ളിൽ വന്നപ്പം ഇതൊക്കെ എനിക്ക് വെറുതെ വേസ്റ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോ എല്ലാരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇയാൾ എന്താ പെന്തിക്കോസിൽ പോയി ചേർന്നോ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കലും, സ്വന്തക്കാര് ബന്ധുക്കളെല്ലാം അങ്ങനെ അങ്ങ് ഒരുപാട് നമ്മളെ അങ്ങ് തള്ളിക്കളയുന്ന രീതി. പക്ഷെ പെട്ടെന്ന് തന്നെ ദൈവം ആ നിന്ദ അങ്ങ് മാറ്റി. ആ മാസം തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. കുഞ്ഞിനോടൊപ്പം തന്നെ മുഴകളും യൂട്രസിനകത്തുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അധികം സന്തോഷിക്കണ്ട, കാരണം മുഴകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ദൈവം തന്നതെങ്കിൽ ദൈവം ഇത് ഉറപ്പിച്ചോളും. അന്നേരം പറഞ്ഞു ഇയാളങ്ങ് അമിതമായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട, ചിലപ്പം വിഷമിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ പോരുന്നു.
അങ്ങനെ എല്ലാ മാസവും ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ വഴക്കാ, എപ്പോഴും അങ്ങോട്ട് തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ അങ്ങനെ ചെന്ന് അവസാനം 8-ാം മാസത്തിൽ സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, പിന്നെ ഞാൻ സ്കാനിങ്ങിന്റെ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് കയറി ചെന്നപ്പം അവിടെ സിസ്റ്ററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തത്. ആ ഡോക്ടർ ഒരു ക്രിസ്ത്യനായിരുന്നു. ഭയങ്കര അതിശയമായിട്ടാണ് അത് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ആ കുഞ്ഞ് നല്ല വളർച്ച എത്തിയിട്ടുണ്ട്, പക്ഷെ മുഴകളൊന്നും അവിടെ ഇല്ല കേട്ടോ. മുഴകളെല്ലാം ഉൾവലിഞ്ഞ് അങ്ങ് ചേർന്ന് യൂട്രസിൽ കുഞ്ഞ് മാത്രമേ ഉള്ളൂ, ആരോഗ്യമായിട്ട് നല്ലതായിട്ട് വെയിറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് അന്നൊക്കെ നമ്മളൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നു. പക്ഷെ ഞാൻ ഈ സ്വർണ്ണമൊക്കെ എങ്കിലും സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ അന്യഭാഷ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. സ്നാനപ്പെടാൻ പറ്റാത്ത രീതിയിൽ അന്നേരം പെട്ടെന്ന് ഞാൻ അങ്ങ് ഈ ബെഡ് റെസ്റ്റ് ആയി. അന്നേരം പാസ്റ്റർ പറഞ്ഞു അന്നേരം സ്നാനപ്പെടണ്ട, അത് കഴിഞ്ഞിട്ട് സ്നാനപ്പെടാൻ. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ സ്നാനപ്പെട്ടതാണെന്ന്. പിന്നെ എല്ലാവരും അറിയുന്നത്. എന്നിട്ട് പിന്നെ കുഞ്ഞായി അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കുഞ്ഞിന് 28 കെട്ട് നടത്തണം എന്ന് പറഞ്ഞായി. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ നടത്തത്തില്ല ഞങ്ങള്. അന്നേരം എന്നോട് പറഞ്ഞു ഒരു വള കൊണ്ടുവന്ന് ഞങ്ങൾ ഇടും, അത് സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വള വേണമെങ്കിൽ കയ്യിലെങ്ങാനും കൊടുത്താൽ മതി, അല്ലാതെ കൊച്ചിന്റെ കയ്യിൽ സ്വർണ്ണം ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല, വള ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെയും കുറച്ച് നാൾ പിണങ്ങി അവരെല്ലാരും മാറി. പക്ഷെ ആരൊക്കെ പിണങ്ങിയാലും ദൈവം കൂടെ ഉണ്ട്. എല്ലാ പ്രതിസന്ധിയിലും അവിടെ എല്ലാം ദൈവം ഞങ്ങളെ പിടിച്ചു നിർത്തി. ഹസ്ബൻഡും അതേ വേണം, ഹസ്ബൻഡ് സ്നാനപ്പെട്ടു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളായിരുന്നു. അവൾക്ക് 8 വയസ്സായപ്പം വീണ്ടും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കൂടെ ദൈവം തന്നു, ഒന്നിച്ച് തന്നു, ട്വിൻസാ, ഇരട്ടകള്. അന്നേരം ഒരു ട്യൂബല്ലേ ഉള്ളു. അന്നേരം ഒരു ട്യൂബേ ഉള്ളു. അന്നേരം എനിക്ക് ഏകദേശം ഒരു 10-38 വയസ്സ് കഴിഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞ് ഇതങ്ങ് കളയുന്നതായിരിക്കും നല്ലത്, കാരണം ഈ ഇരട്ട കുഞ്ഞുങ്ങളുടെ കൂടെ ഒത്തിരി മുഴകളുണ്ട് യൂട്രസിനകത്തെല്ലാം. അന്നേരം അത് ഭയങ്കര റിസ്ക് അത്. അന്നേരം ഞാൻ പറഞ്ഞ് ദൈവമല്ലേ തന്നത്, ഞങ്ങൾ ഒരിക്കലും കളയത്തില്ല. അന്നേരം പറഞ്ഞ് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങള് വീട്ടിൽ വന്ന് പിന്നെയും ചെക്കപ്പിന് ചെന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഭയങ്കര റിസ്ക്. ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് ഏറ്റെടുത്തോണ്ട് ഞാൻ അന്നേരവും ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ടിൻസ് നല്ലതായിട്ട് തന്നെ അവസാനം മുഴകളൊന്നും മാറിയില്ല. പക്ഷെ നല്ലതായിട്ട് തന്നെ ദൈവം ആരോഗ്യത്തോടെ തന്നു. അതിന് ഒരു കുഞ്ഞിന് 3 ദിവസം ആയപ്പോൾ വായിക്കൂടെ ബ്ലഡ് വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിനെ മെസ്സേജ് കൊണ്ടുപോയി. മെസ്സേജ് കൊണ്ടുവന്ന് അവിടെ അതിനൊരു അനക്കവും ഇല്ലാത്തൊരവസ്ഥയായി. മറ്റേ കുഞ്ഞിനെ മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. അന്നേരം ഞാൻ നിലവിളിച്ചപ്പ എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു ദൈവം. ഞാൻ നിന്ദിക്കാൻ, ആൾക്കാരുടെ മുമ്പിൽ നിന്ദ അനുഭവിക്കാൻ ഇടയാവരുത്, ദൈവം എവിടെയെന്ന് ചോദിക്കാൻ ഇടയാവരുത്. എന്റെ ദൈവം എനിക്ക് ആ കുഞ്ഞിനെ എനിക്ക് തരണം. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നപ്പം മെസ്സേജിൽ പോകുമ്പോൾ വന്ന് പെട്ടെന്ന് ഇയാളെ കൊണ്ടുചെല്ലാൻ അമ്മേ. അങ്ങനെ ഞാൻ എന്നെ അവിടെ കൊണ്ടുപോയി ആംബുലൻസിനകത്ത്. അവിടെ ചെന്ന് ഒരു കുഞ്ഞിനെ ഞാൻ താഴത്തെ, എന്റെ കൂടെ ഈ ഓപ്പറേഷൻ സമയങ്ങളിലൊന്നും ആരും കാണത്തില്ല, അമ്മയൊന്നും വന്ന് നിൽക്കത്തൊന്നുമില്ല. അന്നേരം ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മറ്റേ കുഞ്ഞിന്റെ അടുത്ത് ICU ചെന്നു. ആ കുഞ്ഞിനെ കാണാൻ അവരെന്റെ കയ്യിലോട്ട് എടുത്ത് തന്നെ ആ ഒരു കുഞ്ഞ് കരിവാളിച്ച് മുഖമുള്ള ഒരു കോടി രക്തം കട്ടി പിടിച്ച കണക്ക് ചുണ്ടെല്ലാം കരിവാളിച്ചിരിക്കുന്നു, ഒരു അനക്കവും ഇല്ല, ഒരു ശരീരം മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിലോട്ട് അവർ തന്നു. അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്താ അനങ്ങാത്തത്. അന്നേരം അവര് പറഞ്ഞു കയ്യിൽ വെച്ചോണ്ടിരിക്കും, കുറച്ച് സമയം കഴിഞ്ഞ് കാലിലൊക്കെ ചുരണ്ടി നോക്ക്. എന്നാൽ അമ്മയുടെ കയ്യിൽ ഇരിക്കുമ്പോഴേ കുഞ്ഞ് അനങ്ങത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 ദിവസം പ്രായമുള്ള കുഞ്ഞിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിന്റെ കൂടെ കൊണ്ടുചെന്ന അതേ പ്രശ്നമുള്ള പല കുഞ്ഞുങ്ങളും മരിച്ചുപോയി. അന്നേരം ഈ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അന്നേരം ഞാൻ പറഞ്ഞ് ആ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് തന്നപ്പോൾ ഞാൻ ആ ഇടനാഴിയിൽ ഇരുന്ന്, ഇവിടെ ആരുമില്ല, ഞാൻ ആ കൊച്ചിനെ വെച്ചുകൊണ്ട് ഒത്തിരി നേരം ചുരണ്ടിയിട്ടും അത് അനക്കമൊന്നുമില്ല, അതിങ്ങനെ തന്നെ കണ്ണടച്ച് കിടക്കുക. അങ്ങനെ ഞാൻ ഒരു ജീവനില്ലാത്തതുപോലെ. അന്നേരം ഞാൻ ദൈവത്തോട് നിലവിളിച്ചപ്പ എനിക്ക് 2 കുഞ്ഞുങ്ങളെ എന്റെ ഒപ്പം തന്നത്. എങ്കിൽ പിന്നെ ഞാൻ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോകത്തില്ല, എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ പോകണം. എത്ര നശിപ്പിച്ച് കളയണമെന്ന് പിശാച് പറഞ്ഞിട്ട് ഞാൻ അവിടെ പിടിച്ചു നിന്നത് ദൈവത്തിൽ വിശ്വസിച്ച. എനിക്ക് 2 കുഞ്ഞുങ്ങളെയും തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ഞ് അപ്പനോട് നിലവിളിക്കുന്നത് പോലെ ഞാൻ കരയാൻ തുടങ്ങി. കുറെ സമയം ഞാൻ കരഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ കാലിന്റെ വിരൽ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി ചെറുതായിട്ട്. അന്നേരം ഞാൻ ഓടിക്കൊണ്ടിരുന്ന സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു ഇതാണ്ട് കൊച്ചു അനങ്ങുന്നുണ്ട്. അന്നേരം ഇവിടെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കണം. അങ്ങനെ പക്ഷെ എനിക്ക് മറ്റേ കൊച്ചു കരയുന്നതുകൊണ്ട് ഞാൻ ഇതിനെ അവിടെ ഏൽപ്പിച്ചിട്ട് താഴെ പോയി. അങ്ങനെ മുകളിൽ നിന്ന് താഴെ ഇങ്ങനെ 3-4 ദിവസം ഈ സിസേറിയൻ ചെയ്ത് 3 ദിവസമേ ഉള്ളത്. അങ്ങനെ നടന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കാതെ 6 മാസം വരെ ബ്ലീഡിങ്, ഇങ്ങനെ കണ്ടിന്യൂ ബ്ലീഡിങ് ആയി. കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ സുഖമായി തിരിച്ചു വന്നു. 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ 2 കുഞ്ഞുങ്ങളും 6 മാസം ആയപ്പം എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ SAT തന്നെ വീണ്ടും കൊണ്ടുപോയി.
അന്നേരം അവിടെ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാം, ഞങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യാം, പക്ഷേ ഭയങ്കര റിസ്കി ആയത്, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് പറയാൻ തന്നെ. ഈ രണ്ട് കുഞ്ഞുങ്ങളും 6 മാസമായാലും എടുക്കാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ പതുക്കെ എത്തിച്ചെന്നാ ഡോക്ടറുടെ സാരി കയറി പിടിച്ചു നോക്കി ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാനും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ അവിടെ ഹോസ്പിറ്റലിലാണ്. മൂത്ത ആൾ ഇവിടെ ഉണ്ട്, അമ്മയുടെ അടുത്താക്കിയിട്ടാ പോയേക്കുന്നത്. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നേരം ആംബുലൻസ് ഒക്കെ റെഡിയാക്കി നിർത്തിയേക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. ഹസ്ബൻഡ് എല്ലാരെയും വിളിച്ചു പറഞ്ഞ് ആംബുലൻസ് ഒക്കെ റെഡിയാക്കി നിർത്തി. 6 മാസം പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങളാ ഇളയത്, മൂത്തത് ഒരു പെൺകുഞ്ഞാ, അതിന് 8 വയസ്സായി. അന്നേരം ഈ കുഞ്ഞുങ്ങളെ ഈ റൂമിലിട്ടിട്ട് ഞാനിങ്ങനെ പോകുമ്പം അന്നേരം എനിക്ക് പക്ഷെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങനെ വന്നപ്പോ എനിക്ക് കൂടുതൽ സമയം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം എന്നെ കൈവിടത്തില്ല. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നില്ലേ, എങ്കിൽ എന്നെ ദൈവം നടത്തും, ഇനിയും നടത്താൻ ദൈവം ശക്തനാ. അങ്ങനെ ഞാൻ കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ ഞാൻ ഓർത്തു. അങ്ങനെ ആ ഓപ്പറേഷന് കൊണ്ടുപോയിട്ട് ഒരുപാട് ഇതായിരുന്നു. പക്ഷെ അവസാനം വയർ ഓപ്പൺ, ഒത്തിരി മണിക്കൂറുകൾ നീണ്ടൊരു ഓപ്പറേഷൻ ആയിരുന്നു അത്. വയറിനകത്ത് ബ്ലാഡർ കണക്ക് നിറഞ്ഞു നിന്ന് ഇൻഫെക്ഷൻ ആയതായിരുന്നു. ഈ സിസേറിയൻ ചെയ്ത സമയത്ത് ഓവറിക്കകത്തുനിന്ന് അവർ പിന്നെ ഫൈബ്രോയിഡ് മാറ്റി, അതവിടെ ഇൻഫെക്ഷൻ ആയി. അങ്ങനായിരുന്നു, വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഈ ആംബുലൻസ് കൊണ്ട് നിന്നവരെല്ലാം വൃത്തിയായി. തിരിച്ച് ഞാൻ ജീവനോടെ തന്നെ എന്നെ ദൈവം കൊണ്ടുവന്നു. ഇവിടെ 2 കുഞ്ഞുങ്ങളും വളർന്നു. അത് കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് എന്റെ ആ ഇളയ കുഞ്ഞിന്, ടിൻസിൽ ഒരു കുഞ്ഞിന് ഒരു സുഖമില്ലാതെ വന്നു. കാരണം WC കൗണ്ട് കുറഞ്ഞ് വളരെ ഭയങ്കര ഭാരത്തോടൊക്കെ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അന്നേരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവര് പാരസെറ്റമോൾ മാത്രം കൊടുത്തു. പക്ഷെ ട്രീറ്റ്മെന്റ് അത്ര ഇതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റിൽ കൊണ്ടുപോയി. പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. അവിടെ കുറെ ദിവസങ്ങളായപ്പം ബില്ല് കൂടി വരുവാ. എനിക്കറിയത്തില്ല എങ്ങനെ പൈസ അടയ്ക്കണമെന്ന്. കാരണം ഓരോ ദിവസവും വലിയ വലിയ ടെസ്റ്റുകളൊക്കെ നടത്തി ബില്ല് കൂടി വരുവാ. ഞാൻ അന്നൊരു ദിവസം രാത്രി ആ കുഞ്ഞ് കിടന്നുറങ്ങും. അപ്പൊ അവൾക്ക് 10-12 വയസ്സായപ്പോ അവള് കിടന്നുറങ്ങിയപ്പോ ഞാൻ അവിടെ നിന്ന് ആ രാത്രി ഞാൻ ആ റൂമിൽ കിടന്ന് കരഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പ്രാർത്ഥിച്ചു. ഞാൻ അപ്പായി എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ ബില്ല് അടയ്ക്കണമെന്ന്. കാരണം ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കാനുള്ള അത്രയും പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല. അപ്പൊ ഞാൻ ഒരു മനുഷ്യരോടും കടം ചോദിക്കത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പനാ. ഞാൻ ആൾക്കാരുടെ അടുത്ത് കടം ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ നിലവിളിച്ച് ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഇറങ്ങി വന്ന് ഒരു അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്റെ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിച്ചതാ. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ്, അന്നേരം ഞാൻ പറഞ്ഞു ഇത് കണക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുക, മോള് ഹോസ്പിറ്റലാ. എന്നിട്ട് പറഞ്ഞു അത് വിഷമിക്കണ്ട ചേച്ചി, ഞാൻ പൈസയൊക്കെ അയച്ചു തരാന്ന് പറഞ്ഞു. ബില്ല് അടയ്ക്കാനുള്ള പൈസ. അന്നേരം ഞാനൊന്നും ചോദിച്ചതും ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ആ പുള്ളിക്ക് അറിയത്തില്ല. കാരണം ആ പുള്ളി ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യവും ഇല്ല. ഞാൻ ആ രാത്രി നിലവിളിച്ചപ്പോ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റാതെ എന്റെ ദൈവം അവിടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇടപെട്ടത്. അതുപോലെ കടഭാരങ്ങൾ വന്നപ്പോ എന്നെ കേൾക്കുന്ന എന്റെ ഈ ടിവിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു മനുഷ്യരോട് നമ്മുടെ വിഷമങ്ങൾ പറയാൻ നിൽക്കണ്ട. ഈ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ ആ ദൈവം അവിടെ ഇറങ്ങി വരും. നമ്മൾ മനുഷ്യരോട് ചോദിക്കാനോ നമ്മുടെ ബുദ്ധിയിൽ പരിഹാരങ്ങൾ കാണാനോ ഒക്കെ നമ്മൾ ഓടി നടക്കുമ്പം അവിടെ ദൈവം പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിയിലിട്ട് പ്രവർത്തിക്കുക. ഇവിടെ ഒന്നും ചെയ്യാനില്ലപ്പാ എന്ന് പറഞ്ഞ് കൈ തിരിച്ച് നിലവിളിച്ചപ്പം ദൈവം അവിടെ ഇറങ്ങി വന്നു. അതുപോലെ എന്റെ മൂത്ത മോള് ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞങ്ങള് നിംഹാൻസിൽ അവള് BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് എക്സാം എഴുതാൻ വേണ്ടി അവള് പോയതാ. ഞാനും മോളും കൂടെ ആ ട്രെയിനിൽ കയറി പിന്നെ ബാംഗ്ലൂരോട്ട് പോവുക. അന്നേരം ഇവിടുന്ന് ഏകദേശം ഒരു കായംകുളം എത്തിയതേ ഉള്ളൂ. അന്നേരം അവള് മേളിൽ അപ്പർ ബർത്ത് ആയിരുന്നു. അവൾക്ക് അങ്ങനെ ദൂരെ യാത്ര ചെയ്ത് പരിചയമില്ല. അവൾ അപ്പർ ബർത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയ വഴിക്ക് പെട്ടെന്ന് സ്ലിപ്പായി, ഒരു സ്ലിപ്പായി താഴെ വന്ന് വീണ് അവളെ ഈ ഹ്യൂമറസ് എന്നുള്ള ഈ വലിയ കയ്യിലെ ഈ വലിയ അസ്ഥി ഒടിഞ്ഞ് ചുള്ളിക്കം പൊടിയുന്നത് പോലെ ഒടിഞ്ഞു പോയി. അന്നേരം കൈ ഇങ്ങനെ തളർന്ന് അവള് പറഞ്ഞു അമ്മ എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. ഞാനും അവളും മാത്രമേ, എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് വലിയ വെയിറ്റുകൾ എടുക്കാൻ പറ്റത്തില്ല. അവളാ ഈ ബാഗ് എല്ലാം എടുത്തുകൊണ്ട് വന്ന്. അന്നേരം അടുത്തിരുന്നവരെല്ലാരും വന്ന് ചോദിച്ചു എന്താണ്. ഡോക്ടർ അന്നേരം അവന്റെ അടുത്തുണ്ടായിരുന്നു. അവര് പറഞ്ഞ് മസിൽ സ്ട്രെയിൻ ആയതായിരിക്കും, നമുക്ക് തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഡോക്ടറെ കാണുന്ന, ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എക്സാം എഴുതാൻ പറ്റത്തില്ല, നീരാവും എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് വലിയ ബാഗ് ഒന്നും എടുക്കാൻ പോലും പറ്റത്തില്ല. അന്നേരം അവള് പറഞ്ഞു അമ്മയ്ക്ക് പറ്റത്തില്ല ബാഗ് ഒന്നും എടുക്കാനാ. അന്നേരം TTR പറഞ്ഞു ദൈവം ആള് സഹായം ഒരുക്കുന്നത് പോലെ അവിടെ ഉള്ളവരെല്ലാം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത. TTR പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ല അതിന്, ഞങ്ങൾ ഈ ബാഗ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ വെച്ച് തരാം, അവിടുന്ന് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വരാൻ പറ. പക്ഷെ വരാൻ പറയാനാ ഈ കായംകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആരെ വിളിക്കാനാ. ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് നെയ്യാറ്റിൻകരയില് ജോലിക്ക് വേണ്ടി പോയേക്കുവാ, വണ്ടിയിൽ ലോഡുമായിട്ട് പോയേക്കുവാ.
അന്നേരം ഞാൻ പറഞ്ഞു ഇനി ആരെ വിളിക്കാൻ, എനിക്ക് ആകപ്പാടെ വിളിക്കാൻ. അന്നേരം ഞാൻ പാസ്റ്റർ കാര്യം ഓർമ്മ വന്നു. ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ വിളിച്ചപ്പോൾ പാസ്റ്ററിന്റെ ഒരു കസിനെ ഫോൺ വിളിച്ച് പറഞ്ഞ് കായംകുളത്തെങ്ങാണ്ടുള്ള ആ പുള്ളി അവിടെ കാറുന്നുണ്ട്. ശരിക്കും ഞാൻ അന്നേരം ദൈവത്തെ ദൈവ ദൂതനെ അയച്ച പോലെ ആ പുള്ളി അന്നേരം പെട്ടെന്ന് അവിടെ കാർ വരികയും ഈ സാധനം TTR എടുത്ത് വെളി വെക്കുക. ഞങ്ങള് അവര് വന്നതെടുത്ത് അതിനകത്ത് കെട്ടി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവര് നോക്കിയിട്ട് പറഞ്ഞു എന്തോ ഇതുണ്ട്, പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്കൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴത്തേക്ക് അവളെ മുഖം എല്ലാം കയറി പെട്ടെന്ന് അലർജിയായി, നീരായി. വീണ്ടും അവര് വേറെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അന്ന് രാത്രി പിന്നെ കുറച്ച് കഴിഞ്ഞ് പാസ്റ്റർ വന്നു. പാസ്റ്ററും സഹോദരിയും കൂടെ വന്നു. അങ്ങനെ 12:30 1 മണി കഴിഞ്ഞപ്പം ഞങ്ങളെ തിരിച്ചവർ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി. അടുത്ത ദിവസം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങള് അടുത്ത ദിവസം ഇവിടെ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് കൈ ചിലപ്പം നല്ലതായിട്ട് ഈ ഹ്യൂമറസ് ആ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ചുള്ളിക്കൊമ്പ് ഒടിയുന്നത് പോലെ മാറിയിരിക്കും ഒടിഞ്ഞു. ഇത് ഒന്നുകിൽ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കൈ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതിന്റെ അടുത്തൂടെ പോകുന്ന ഒരു വെയിൻ കട്ടായിട്ടില്ല എന്തായാലും ഭാഗ്യത്തിന്. പക്ഷെ അത് ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ചപ്പ ഞാൻ ഈ തളർന്ന കൈയുള്ള ഒരു കൊച്ചിനെയും കൊണ്ടാണോ നടക്കേണ്ടത്? അതിനാണോ ഞാൻ എന്നെ ദൈവം ഈ ജാതികളുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചത്? അങ്ങനെ ഒരിക്കലും എന്റെ അപ്പ ചെയ്യത്തില്ല. അന്നേരം അവള് പറഞ്ഞു അവള് ഓപ്പറേഷന് വില്ലിങ് അല്ല എന്ന് പറഞ്ഞു. അവൾ ഒട്ടും സമ്മതിച്ചില്ല. പിന്നെ അവര് പറഞ്ഞു ഇനിയിപ്പം ഒന്നീ പ്ലാസ്റ്റർ ഇട്ടിട്ട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അന്നേരം ഞങ്ങള് പറഞ്ഞു എനിക്കിപ്പോ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ അവിടെ പ്ലാസ്റ്റർ ഇട്ട് ഒരു 6 മാസമായിട്ടും പക്ഷെ അത് ശരിയായില്ലായിരുന്നു ആ എല്ല്. അന്നേരവും ഞാൻ പറഞ്ഞു ഒന്നുമില്ലാത്തതിൽ നിന്ന് ഈ അസ്ഥികളെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന് പറ്റത്തില്ല ഈ പൊട്ടിയ അസ്ഥി ഒന്നിച്ചാക്കാൻ. ദൈവത്തിന് പറ്റും. അതുപോലെ അതിനു മുമ്പേ ഞാൻ മറിഞ്ഞു വീണ് എന്റെ വാരിയല് 3 എണ്ണം പൊട്ടി. അത് ലങ്സിലോട്ട് തറച്ച് ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ഞാൻ കിടന്നതേ ഉള്ളൂ. ആ സമയത്ത് ദൈവം അത് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. വാരിയല് ഒരു വേദനയും ഇല്ലാത്ത രീതിയിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തന്നു. ദൈവം ഒരു ട്രീറ്റ്മെന്റ് ചെയ്തില്ല. അന്നേരം അത് സൗഖ്യമാക്കി ദൈവത്തിന് ഈ ചെറുപ്പത്തിലുള്ള ഈ 10-20 വയസ്സുള്ള ഈ കൊച്ചിന്റെ കൈ ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റും. ദൈവം അങ്ങനെ അത് 6-7 മാസം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ദൈവം സൗഖ്യമാക്കി. പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയപ്പം ആ എല്ല് കൂടി ചേർന്ന് അവൾക്കിപ്പം വെയിറ്റ് എല്ലാം എടുക്കാം. അത് കഴിഞ്ഞ് അവള് വലിയൊരു കഴിഞ്ഞ വർഷം പോകാൻ പറ്റില്ല. ഈ വർഷം അവള് BSc നഴ്സിംഗിന് വേണ്ടി എല്ലായിടത്തും ടിക്കറ്റ് ഒക്കെ എടുത്ത്, പക്ഷെ എവിടെങ്കിലും ഒന്ന് കയറണമെന്നൊക്കെ വിചാരിച്ചാ എങ്ങനെ വിടുമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ വലിയൊരു ടെസ്റ്റ് എഴുതി അവിടെ കിട്ടി. ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. ഇന്റർവ്യൂവിന് 3 ദിവസം അതിനവിടെ ചെന്ന് അതും പാസ്സാവുമെന്ന് ഒക്കെ അവർക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നു, നമ്മളെ ഉഴലുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നമ്മളെ ഇവിടെ തന്നെ നമുക്ക് അഡ്മിഷൻ തരും. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. ആ ഇന്റർവ്യൂ പാസ്സായെന്നുള്ള ലെറ്റർ വന്നപ്പം അവൾ ഓടി എന്റെ അടുത്ത് ആദ്യം വന്ന് ചോദിച്ചു, അമ്മ 1,30,30,000 രൂപ ഫീസ് വേണം, പിന്നെ കുറെ സാധനങ്ങൾ ഒത്തിരി പൈസയുടെ സാധനങ്ങൾ നമ്മൾ കൊണ്ടു ചെല്ലണം. അന്നേരം അതെന്തോ ചെയ്യും? അന്നേരം ഞാൻ പറഞ്ഞു ദൈവമല്ലേ അവിടെ അഡ്മിഷൻ തന്നത്, നമ്മുടെ കയ്യിലൊന്നും ഒന്നും എടുക്കാനില്ല. ഞാൻ പറഞ്ഞു ദൈവമല്ലേ തന്നത്, നമ്മൾ ഒരു മനുഷ്യരോട് ചോദിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെങ്കിൽ ദൈവം തന്നെ നോക്കിക്കോളും. അന്നേരം അവള് പറഞ്ഞു ദൈവം തരുമെന്ന് പറഞ്ഞ് എങ്ങനെ തരാനാന്ന്, എനിക്ക് ലോണിന് പോയി നോക്കട്ടെ. അങ്ങനെ അവള് തന്നെത്താനെ പോയി ലോണിന് ബാങ്കിൽ ചെന്ന് നോക്കി. 2-3 ബാങ്കിലൊക്കെ ചെന്ന്, പക്ഷെ ലോണൊന്നും അവര് ശരിയാവും. അന്നേരം ഞാൻ ഒന്നിനും പോയില്ല. ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം ദൈവം എനിക്ക് തന്ന അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ദൈവം കരുതി കൊള്ളുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അബ്രഹാമിന് വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ കരുതി ദൈവം. ഞാൻ പ്രാർത്ഥിച്ചപ്പായി അവിടെ കൊണ്ടുചെന്ന് അവിടെ അഡ്മിഷൻ കിട്ടിയത് പഠിപ്പിക്കാനുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് ദൈവമാണെങ്കിൽ എനിക്ക് ആ ഫീസ് ദൈവം തന്നെ അടച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ പൊട്ട മുന്തിക്കകത്തൊന്നും എനിക്ക് തോന്നത്തില്ല. പക്ഷെ ഞാൻ ഒരു മനുഷ്യരോട് ചോദിക്കത്തതുമില്ല. അന്നേരം ചോദിക്കാതെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ട് തരുമോ? ഒരു മനുഷ്യരും അങ്ങനെ തരുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം ഭയങ്കര അതിശയകരമായിട്ട് പലരുടെയും നമ്മൾ ചോദിക്കാതെ തന്നെ പലരുടെയും ഉള്ളത്തിലൊക്കെ ഒന്നിച്ച് വലിയ വലിയ തുകകൾ ദൈവം കൊടുത്തെന്ന് കാക്ക അയക്കുന്നത് പോലെ അധികം നമ്മൾ വിചാരിച്ചെടുത്തൊന്നുമല്ല ദൈവം സഹായം വെച്ചത്. നമ്മളെ കുറിച്ച് പറഞ്ഞ് വേറെ ആൾക്കാര് അത്ര ഇതില്ലാത്ത നമ്മളായിട്ട് അത്രയും ഇതില്ലാത്ത ആൾക്കാർ പോലും നമുക്ക് പൈസ കൊണ്ടുവന്ന് തന്ന് ആ മൊത്തം ഫീസും അവളെ അടച്ച് 1,30,30,000 രൂപയും അടച്ച് അത് കണക്ക് പോകാനുള്ള ടിക്കറ്റ് സാധനങ്ങൾ സകലതും വാങ്ങിച്ച് ദൈവം മാന്യമായിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടെത്തിച്ച് അവിടെ അഡ്മിഷൻ കിട്ടി. ദൈവം വളരെ
എന്നെ കേൾക്കുന്ന ഒത്തിരി ഒത്തിരി പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്നവരുണ്ട്. ഒരു പൈസയും ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാൻ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ സ്വർഗത്തിൽ അപ്പൻ സകലതും കരുതും. ഭൂമിയിൽ അപ്പനും അമ്മയും ഒക്കെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലപ്പാ എന്ന് നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വരും. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് സകലതും കരുതും. എന്റെ മോൾ അവിടെ, ഞാൻ അവളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും അവള് ഇപ്പം അവിടെ പ്രയർ പിന്നെ വർഷിപ്പ് ലീഡറാ CMC വെല്ലൂര്. അവളവിടെ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്ന. ഇളയ രണ്ട് കുഞ്ഞുങ്ങൾ 9ാം സ്റ്റാൻഡേർഡിലായി. അങ്ങനെ ദൈവം ഞങ്ങളെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും ഒന്നും നീക്കിയിരിപ്പില്ല. പക്ഷെ എല്ലാം തക്ക സമയത്ത് അപ്പന്റെ കയ്യിൽ വിട്ടുകൊടുക്കുമ്പോൾ സകലതും ദൈവം ഒരുക്കി തരുന്നു. എന്നെ കേൾക്കുന്ന സകല പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ദൈവത്തിൽ, ഈ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച ഒന്നിനും നമ്മൾക്ക് മുട്ടുവരുത്തില്ല. സകലതും ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്കും ദൈവം വഴി നടത്തും. ഇത്രയും സമയം അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തുതി. ഓക്കെ സിസ്റ്ററെ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോകാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല. ലജ്ജിപ്പിക്കാതെ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവം ഇനിയും പിന്നെയും മുന്നോട്ട് നടത്തും. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്റർ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും മുളയാക്കി എന്റെ സ്വർഗത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത സമയം കർത്താവെ ഹടിയങ്ങളെ കേട്ടുകൊണ്ടിരുന്ന സകല മനുഷ്യരെ അപ്പാങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവരൊക്കെ ഈ ദൈവത്തിന്റെ വലിയ സ്നേഹം രുചിച്ചറിയുവാൻ കർത്താവ് അവരനുഭവിക്കുന്ന ഭാരത്തിന് പ്രയാസത്തിന് സ്തോത്രം കർത്താവ് വിടുതൽ പ്രാപിക്കണം. കർത്താവ് ദൈവത്തിന്റെ കരം അവിടെയൊക്കെ ഇറങ്ങി വന്നതിനായി കർത്താവ് വലിയ വിശ്വാസം, ആഴമേറിയ വിശ്വാസം സകല മനുഷ്യർക്ക് അവിടെ നിന്ന് കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇത്രത്തോളം പറയുവാൻ തക്ക സ്വർഗത്തിലെ ദൈവം പടിയിൽ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കുമാറാകും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.